ഈ ലോകത്ത് ഞാൻ 50 വർഷമോ 60 വർഷമോ 70 വർഷമോ 80 വർഷമോ ജീവിച്ച് കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈ ലോകം എന്നെ എങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു? ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ വേണ്ടതിൽ ഏറ്റവും വലിയ ഒരു നൈപുണി സ്കിൽ എന്ന് പറയുന്നത് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളതാണ്. ലോക്കസ് ഓഫ് കൺട്രോൾ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഡെസ്റ്റിനിയെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം സ്വന്തം തൻ്റെ കഴിവുകേടുകളെയും ഒപ്പം തന്നെ പോരായ്മകളെയും മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം അതിനെ മറികടക്കാനായിട്ടുള്ള ഇൻറ്റൻഷണൽ ആയിട്ടുള്ള എഫേർട്ട് കിട്ടുക എന്നുള്ളതാണ്. അതായത് ആ പരിമിതിക്ക് അപ്പുറം പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അല്ലേ? ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സമയവുമുണ്ട്, അതിൽ പൈസയുമുണ്ട്, പക്ഷേ അവർക്ക് ആസ്വദിക്കാനുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു സ്പിരിറ്റാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഇത് എൻ്റെ അന്ത്യമാണ്, ഞാൻ തീരുമാനിക്കാത്തത്രയും കാലം നോ വൺ ക്യാൻ സ്റ്റോപ്പ് us. ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഇപ്പോൾ വലിയ മാറ്റം സംഭവിക്കും. ദ ഡേ വി റിയലൈസ് വൈ വി ആർ ബോൺ ഇൻ ദിസ് വേൾഡ്. മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് പല അസുഖങ്ങളായി പുറത്തു വരുന്നത്. സോ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ ഓവർ നൈറ്റ്. ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിക്കുകയും അയാൾ അതിനു വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ധാരാളം ഒരുക്കങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷവും ഒരു പക്ഷേ അയാൾ ആഗ്രഹിക്കുന്ന ആ പ്രൊജക്റ്റിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല. ഒരുപക്ഷെ അയാളുടെ മാനസികമായ തടസ്സങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്ങളായിരിക്കാം. ഈ സാഹചര്യത്തിൽ ഈ തടസ്സങ്ങളെ അയാൾക്ക് എങ്ങനെ മറികടന്നുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക്, ഒരു പ്രൊജക്റ്റിലേക്ക് അയാൾക്ക് എത്താൻ കഴിയുമെന്ന് പറയാം? വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണത്. ഈ ചോദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാവനയുണ്ട്. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്ഥലം ഏതാണെന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പലരും പല രീതിയിൽ ഉത്തരം പറയും. സമ്പന്നമായ പ്രദേശങ്ങളാണ്, നിധികളാണെന്നെല്ലാം പറയും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അധികം സമ്പന്നതയുള്ള പ്രദേശങ്ങൾ എന്നുള്ളതാണ് തിങ്കേഴ്സ് അല്ലെങ്കിൽ ചിന്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം മനുഷ്യൻ്റെ ഒത്തിരി ആഗ്രഹങ്ങൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, അവൻ്റെ ചിന്തകൾ, ആഗ്രഹങ്ങൾ എല്ലാം മനുഷ്യൻ കൊണ്ട് ജീവിക്കുകയും അവസാനം ഈ ആഗ്രഹങ്ങൾ ഒന്നും സാധിക്കാതെ, നടപ്പിലാക്കാതെ, ഒരിക്കൽ പോലും തുടങ്ങാതെ തന്നെ മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിച്ചു പോകുന്ന ഏറ്റവും മൂല്യമേറിയ സ്ഥലമാണ് ശവകുടീരങ്ങളെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാനായിട്ട് പ്രതീക്ഷയുണ്ട്, ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും തുടങ്ങാനും പോലും സാധിക്കുന്നില്ല. ഇത് ന്യൂട്ടൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, 3 laws ഉണ്ട്. അതിനകത്ത് ഒന്നാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ച് ജഡത്വം എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒരു സൈമൺ സിനക്ക് എന്ന് പറയുന്ന ഒരാളെ പുസ്തകമാണ് ദ പവർ ഓഫ് വൈ. ഒരു കാര്യം നാം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു സംരംഭമായിരിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളതായിരിക്കാം, ബോഡി ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവായ ഹാബിറ്റുകൾ ക്വിറ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കാം. പക്ഷെ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് എന്താണ് വൈ, എന്തുകൊണ്ടാണ് നിങ്ങളിത് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വിഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. വിഷൻ എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത്. പല ആളുകൾക്കും വിഷനുണ്ട്, പക്ഷേ ആക്ഷനില്ല. കുറേ ആളുകൾക്ക് ആക്ഷനുണ്ട്, പക്ഷേ വിഷനില്ല. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വളരെ ടിപ്പിക്കലായ എക്സാമ്പിൾസ് പലപ്പോഴും പറയാറുള്ളതാണ്. 3 പേർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു കെട്ടിടം പണിയുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരാൾ വഴിപോക്കം ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, കാണുന്നില്ല, ഇഷ്ടിക പറക്കി വയ്ക്കുക, നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിക്കും. രണ്ടാമത്തെ അവിടെ ചോദിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാനൊരു മനോഹരമായ കെട്ടിടം ഉണ്ടാക്കുകയാണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ്. മൂന്നാമത്തെ ആളുടെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേരും ചെയ്യുന്ന ജോലി ഒന്നാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞ കാഴ്ചപ്പാടാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയാണെന്നുള്ളത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് വിഷനാണ് അവിടെ. ഈ കാര്യം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന, എന്നെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, അതാണ് വിഷൻ. വിഷനുള്ളയാൾ ആക്ഷൻ ചെയ്തില്ല എങ്കിൽ അത് യൂസ്ലെസ് ആണെന്ന് പറയും. ഇനി വിഷൻ ഇല്ലാതെ ആക്ഷൻ ചെയ്യുന്നത് ടൈം പാസ് ആണെന്നും പറയും. അപ്പോൾ വിഷനും വേണം, ആക്ഷനും വേണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ ഒഗീമി എന്ന സ്ഥലത്താണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ഏറ്റവും കൂടുതൽ
ദീർഘായുസ്സോടെ ജീവിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ദേ ഹാവ് എ പർപ്പസ് ടു വേക്ക് അപ്പ് എവറി മോർണിംഗ്. അപ്പോൾ വാക്കിൽ തന്നെ ഇക്കിഗായ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാപ്പാനീസ് കോൺസെപ്റ്റാണ്. വൈ വി ആർ വേക്ക് അപ്പ് എവറി മോർണിംഗ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന ആളാണ്, വൈകിട്ട് ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ജിമ്മിൽ പോകാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കൊരു വിഷനുണ്ട്, എൻ്റെ ബോഡി ഫിറ്റായിരിക്കണം, രോഗം ഉണ്ടാകാതെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകണം, ഹെൽത്തിൽ കോൺഷ്യസ്നാണ്. പക്ഷേ എനിക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് ഇല്ല. ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് അല്പം രാവിലെയാണ്, ബുദ്ധിമുട്ടുണ്ട്. വൈകിട്ട് ഞാൻ പോകുന്നത് എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കുറേയധികം ആളുകൾ സംസാരിക്കാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, ഒപ്പം തന്നെ എൻ്റെ ഹെൽത്ത് കൂടി അവിടെ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു വിഷനുമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ തന്നെ ആലോചിക്കുന്നത് എനിക്ക് കളിക്കാനായിട്ട് വൈകിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ആശയം കൂടി ഞാൻ ആദ്യം പറഞ്ഞ ഒഗീം എന്ന സ്ഥലത്തെ ആളുകൾ ഏറ്റവും അധികം സന്തോഷത്തോടെയും ഒപ്പം തന്നെ ആരോഗ്യത്തോടെയും ലോകത്തിൽ ഏറ്റവും ദീർഘായുസ്സോടെ ജീവിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് there should be a purpose to wake up every morning. ഒരു സംരംഭം തുടങ്ങുന്നത് എന്തിനാണ്? സംരംഭം തുടങ്ങുന്നത് സമ്പത്തുണ്ടാക്കാനാണോ? അതെയോ ഫേമസ് ആകാൻ വേണ്ടിയാണോ? അതെയോ പണം ഉണ്ടാക്കാനാണോ? പ്രശസ്തി ഉണ്ടാക്കാനാണോ? അതെയോ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാണോ? ഏത് കാര്യം ചെയ്യുമ്പോഴും ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കേണ്ടതും അതാണ്. ഒരു പരീക്ഷ പാസ്സാണ്, എന്തിനു വേണ്ടിയാണ്? ഔട്ട് ഓഫ് കമ്പൽഷനാണോ? മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണോ? അല്ലെങ്കിൽ അവരുടെ സക്സസ്സിനെ നിർവചിക്കണം. സക്സസ് എന്ന് പറയുമ്പോൾ എന്തിന്? വൈ യു ആർ ഡൂയിങ് ദിസ്? ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ്? ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നോളജ് പറഞ്ഞു കൊടുക്കാനാണോ? നമ്മുടെ ഫെയിം വർദ്ധിപ്പിക്കാനാണോ? നമുക്ക് വരുമാനം ഉണ്ടാക്കാനാണോ? അത് ഇതെൻ്റെ പാഷനാണോ? എന്നെ സംബന്ധിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പാഷനാണ്. ഇതാരുടെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, അതെൻ്റെ ഒരു പാഷനാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റും അതിനകത്തുണ്ട്, എനിക്ക് വലിയ വിഷനുമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പൊതുവായിട്ടുള്ള സംസ്ഥാനങ്ങൾ പറയാറുള്ളതാണ്, 1000 പുസ്തകങ്ങൾ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. ഈ വർഷം ഞാൻ 100 പുസ്തകങ്ങൾ എൻ്റെ ഓഡിയൻസിന് വേണ്ടി വായിച്ച് മനസ്സിലാക്കാനായി അതിൻ്റെ സമ്മറി പറഞ്ഞു നൽകാൻ ഞാൻ ഈ വർഷം എൻ്റെ വിഷനുണ്ട്. ആ വിഷൻ തന്നെ ഏറ്റവും പുതിയ പുസ്തകങ്ങളാണ്. ഇപ്പോൾ എന്നോട് ചില ആളുകൾ പറയാറുണ്ട് പല പുസ്തകങ്ങളും, ഇപ്പോൾ ആറ്റോമിക് ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിച്ച് ഡാഡ് പൂർ ഡാഡ്, ഇങ്ങനത്തെ എല്ലാവരും വായിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം റിവ്യൂ കാണാറുണ്ട്. പക്ഷെ ഞാൻ നൽകുന്ന പുസ്തകങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ഓതേഴ്സ് ആയിട്ടുള്ള 2020-25 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും ഒപ്പം തന്നെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഏറ്റവും പുതിയതായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ നോളജ്, ഏറ്റവും പുതിയ നോളജ് ഏറ്റവും അധികം ആളുകൾ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്. മാത്രമല്ല വായിക്കുക എന്ന് പറയുന്നത്, എഴുതുക എന്ന് പറയുന്നത്, സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് വിച്ച് ഐ ആം എൻജോയിങ് ആൻഡ് ചെറിഷിങ് ഇൻ മൈ ലൈഫ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഏത് ലക്ഷ്യം നാം ഉണ്ടാക്കുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ലക്ഷ്യം ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ലക്ഷ്യം വയ്ക്കും. ഇപ്പോൾ പല പുസ്തകങ്ങളും കാണാൻ സാധിക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പുതിയ വർഷമാകുമ്പോൾ പല കാര്യം തീരുമാനിക്കും. ഇന്ന് എൻ്റെ ആരോഗ്യ ബന്ധപ്പെട്ട, റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട, സമ്പത്ത് ബന്ധപ്പെട്ട, ജോലി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ ചില ആളുകൾക്ക് ബർത്ത്ഡേ വേണം, സ്വന്തം ജന്മദിനത്തിലായിരിക്കും പല തീരുമാനം എടുക്കുന്നത്. ചിലർ പറയും തിങ്കളാഴ്ചയാകട്ടെ, ഈ മാസം 1-ാം തീയതി ആകട്ടെ എന്നെല്ലാം പറയും. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിൽ 96% ആളുകളും 16 ദിവസത്തിനകം തങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് വരെ ഓർക്കാത്ത രീതിയിൽ മറന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ലോകത്തിൽ ഏറ്റവും അധികം സമ്പന്നത പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്. നമ്മുടെ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും പല തീരുമാനങ്ങളും നാം പലപ്പോഴും മറന്നുപോയി ജീവിക്കുന്ന ആളുകളാണ്. അവിടെയാണ് ആരംഭിക്കുക എന്നുള്ള ഒരു വാക്ക് വരുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ട്രെമൻഡസ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഞാൻ പൊതുവേ ആളോട് പറയാറുള്ളതാണ്, മേക്ക് ഇറ്റ് എ സ്റ്റുപ്പിഡ്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രോട്ടീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു സ്റ്റുപ്പിഡെന്ന് തോന്നുന്ന ആക്ടിവിറ്റി എന്തായിരിക്കും? ഇപ്പോൾ ഹെൽത്ത് ഫിറ്റ്നസ് വേണ്ട ഒരാൾക്ക് ജിമ്മിൽ പോയി വെയിറ്റ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യാം, അത് ശരിയാണ്. പക്ഷേ ഏറ്റവും സ്റ്റുപ്പിഡാണെന്ന് തോന്നുന്ന, ഞാൻ പൊതുവെ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് തൊട്ടടുത്ത് താഴെയുള്ള നിലയിലേക്ക് ഒന്ന് നടക്കുക എല്ലാ ദിവസവും.
ദാറ്റ് മേ ടേക്ക് നോട്ട് ലെസ് ദാൻ 1 minute അല്ലേ. അത് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു സ്റ്റെപ്പ് അല്ല ഒരു സ്റ്റെപ്പിൻ്റെ ഒരു കോണിപ്പടി താഴേക്ക് ഇറങ്ങുക. ഒരു ആക്ഷൻ എടുത്തു. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പുഷപ്പ് എടുക്കുക. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ, ശരിയാണ്. പക്ഷെ അത് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണത് അല്ലേ. അത് രാവിലെ എഴുന്നേൽക്കണം, അവിടെ പോകണം. പക്ഷെ നിങ്ങൾ വിചാരിക്കുക ഒരു ചെറുതായി തുടങ്ങി നോക്കി, ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് നോക്കി. ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഐ ക്യാൻ ആക്ച്വലി ഡു സംതിങ് ബെറ്റർ ദാൻ ദിസ്. ഒരു കോൺഫിഡൻസ് കിട്ടും അതിൽ നിന്ന്. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി അല്ല പ്രധാനപ്പെട്ടത്, കൺസിസ്റ്റൻസിയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളത്. പലപ്പോഴും വിചാരിക്കും, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ അതല്ലെങ്കിൽ പൊതുവെ പോകുമ്പോൾ കാണാറുണ്ട് ഏറ്റവും കടുത്ത വെയിറ്റ് എടുത്ത് ഏറ്റവും ഇൻറ്റൻസിറ്റിയോടുകൂടി വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് ചിലപ്പോൾ നമ്മെ വളരെയധികം മടുപ്പുളവാക്കുന്ന ആളായി അല്ലെങ്കിൽ പെട്ടെന്ന് മടുപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻസിറ്റിയേക്കാൾ കൂടുതൽ കൺസിസ്റ്റൻസി അങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞ 100 പുസ്തകം ഈ വർഷം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. ഇനി എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കണമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഐ ആം സ്പെൻഡിങ് 1 hour എവറി മോർണിംഗ് 4:30 to 5:30 I read. ദാറ്റ് ഈസ് ഡെഡിക്കേറ്റഡ്. മൈ ടൈം ഈസ് ബ്ലോക്ക് ഫോർ ദാറ്റ്. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല. ചില സമയം ഒരാഴ്ച കൊണ്ട് എനിക്ക് പുസ്തകം വായിച്ചെടുക്കാൻ സാധിക്കും. ചില ബുക്കുകൾ കട്ടിയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് പുസ്തകം വായിക്കുന്നുണ്ട്, തിങ്ക് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന പുസ്തകം വായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് വെരി ടീഡിയസ് റീഡിങ്. അത് ചിലപ്പോൾ എനിക്ക് 1 മാസം 2 മാസം വേണ്ടി വരുമായിരിക്കും വായിക്കുന്നത്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഐ റീഡ് അറ്റ്ലീസ്റ്റ് 1 hour a day. ഒരു സ്മോൾ ആക്ഷനാണ് ഇതിന്. ടൈനി ആക്ഷൻ അല്ലെങ്കിൽ മിനി ആക്ഷൻ, ആറ്റോമിക് ആക്ഷൻസ് എന്നെല്ലാമാണ് പൊതുവെ ചിന്തകർ പറയുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ എങ്ങനെ നമുക്ക് മറികടക്കാം. ഇപ്പോൾ നമുക്കൊരു വിചാരിക്കാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് രാശിക്ക് കളിക്കാറുണ്ടല്ലേ, രാശിക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ബോൾ. ഈ ബോൾ ഇവിടെ കിടക്കുമ്പോൾ ഒന്ന് പതിയെ മുട്ടിക്കഴിഞ്ഞാൽ അത് കുറേ ദൂരം അങ്ങ് പോകും. അതെ. പക്ഷെ ഫസ്റ്റ് മുട്ട് ഇനി ഫസ്റ്റ് തട്ട് ആരെങ്കിലും കൊടുക്കണം. അതെ. ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാര്യങ്ങളും നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എൻ്റെ ലക്ഷ്യം എന്താണ്. ഇപ്പോൾ ഈ 2025 വിചാരിക്കുക. ഈ വർഷം എനിക്ക് എൻ്റെ വെയിറ്റ് സംബന്ധമായോ ഹെൽത്ത് സംബന്ധമായോ ഫിനാൻസ് സംബന്ധമായോ നോളജ് സംബന്ധമായോ പ്രൊഫഷൻ സംബന്ധമായോ എന്ത് ഗോളാണ് ഈ വർഷം എനിക്കുള്ളത്. ഇനി നിങ്ങൾ ആ വലിയ ഗോളിനെ നേടാൻ നിങ്ങൾ ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടത്, അത് മാത്രം ചിന്തിക്കുക. ഒരു ദിവസം ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് 100 പുസ്തകം വായിക്കേണ്ടത്. ഞാൻ 100 പുസ്തകം വാങ്ങി എൻ്റെ ഷെൽഫിൽ വെച്ചിട്ട് അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡീമോട്ടിവേറ്റ് മീ അല്ലേ. അത്രയും പുസ്തകം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വരെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വായിക്കുന്നുള്ളൂ. ദാറ്റ് ഐ വിൽ ഡു ഫോർ വാട്ട് എവർ റീസൺസ്. അപ്പോൾ ഞാൻ പിന്നെ 100 പുസ്തകത്തെക്കുറിച്ച് മറന്നിരിക്കുകയാണ്. ഐ മേക്ക് ഷുവർ ദാറ്റ് 100 പുസ്തകം ഒരു വർഷം വായിക്കണമെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം ഞാൻ വായിച്ചാൽ മതി. അതാണ് ലക്ഷ്യം. അപ്പോൾ വലിയ ഗോളുകൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ മൂവ്മെൻറ്റിനെ തടയാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടാറില്ലെങ്കിൽ ഞാൻ പുസ്തകം ഇവിടെ നോക്കിയിട്ടെങ്കിലും പോയി. കാരണം എൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ സമയം ഉണ്ടാകില്ലെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ ആം കൺസിസ്റ്റൻറ്റ് ഓൺ ദാറ്റ് ആക്ടിവിറ്റി, വെദർ ഇറ്റ് ഈസ് 1 hour or 2 hours. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ആക്ഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പല ആളുകളും ലക്ഷ്യം വയ്ക്കും, പക്ഷേ തുടങ്ങാൻ പോലും ശ്രമിക്കാറില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ട്രെയിനിയസ് എഫേർട്ട്. അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ശരിക്കും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ബ്രെയിൻ ആൻഡ് മൈൻഡ് ഇത് വേറെ ഏത് ജീവികൾക്കും അല്ലെങ്കിൽ ഏത് മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഏത് ജീവികൾക്കോ ഇല്ലാത്ത ഒരു പവറാണ് മനുഷ്യൻ്റെ ബ്രെയിനും മൈൻഡും എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ അതിനെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. വലിയൊരു ഇമ്മൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രഷറാണ് ഓരോ മനുഷ്യനും ചുവന്നുകൊണ്ട് നടക്കുന്നത്. പലപ്പോഴും വിചാരിക്കും, ആളുകൾ എപ്പോഴും പറയുന്നത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുകയാണ്. ഇതിനൊരു പ്രിൻസിപ്പിൾ പറയാറുണ്ട്, 1% ബെറ്റർ എന്നാണ് പ്രിൻസിപ്പിളിൻ്റെ പേര്. എല്ലാ ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു, അവനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, അവനിഷ്ടം പോലെ പൈസയുണ്ട് ഇല്ലേ. അതെ. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, 1% ബെറ്റർ. ഞാൻ ഇന്നലെയേക്കാൾ ഇന്ന് എനിക്ക് എത്രമാത്രം നന്നാവാൻ സാധിച്ചു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. നോക്കുമ്പോൾ എല്ലാവരും സന്തോഷമുള്ള വാർത്തകൾ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ സ്വന്തമായി പ്രദർശിപ്പിക്കുകയുള്ളൂ. അതെ. എൻ്റെ ഏറ്റവും ദുഃഖമായ നിമിഷങ്ങൾ ഏതെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റയിലോ അതല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ ഫേസ്ബുക്കിലോ പ്രദർശിപ്പിക്കുകയില്ല. ഞാൻ വിദേശത്ത് യാത്ര ചെയ്തത്, ഞാൻ നേടിയ അവാർഡുകൾ,
ഞാൻ വായിച്ച നല്ല കാര്യങ്ങൾ, ഇതെല്ലാം പോസിറ്റീവ് കാര്യം മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാറുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ 1% മാത്രമേ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പറയുന്നുള്ളൂ. ബാക്കി 99 നിങ്ങളോട് പറയാൻ കഴിയാത്ത വിഷമങ്ങളുടെയും നിങ്ങളറിയാത്ത പരാജയങ്ങളുടെയും ഒക്കെ കഥയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറയാൻ ഫോമോ എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരെല്ലാം വിജയിക്കുന്നു, ഞാൻ മാത്രം പരാജയപ്പെടുന്നു. ഇന്ന് ഒത്തിരി ആൾ വിദേശത്തേക്ക് പോകുന്നില്ലേ? കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒത്തിരി വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലാവരും ഐസിൻ്റെ പുറത്തേക്കുന്ന ഫോട്ടോ, കാറ് മേടിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഫിയർ ഓഫ് മിസ്സിങ്, ഞാൻ ഇവിടെ നിന്നെല്ലാം വ്യത്യസ്തനായി അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായി പോയിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ കമ്പയറിങ് വിത്ത് അതേഴ്സ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് യു ആർ മേക്കിംഗ് എവറി ഡേ. ഐ ആം എ ബെറ്റർ പേഴ്സൺ ദാൻ യെസ്റ്റർഡേ. ഇന്നലെയേക്കാൾ ഞാൻ ഇന്നൊരു പടി എങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് 1% ഒരു ദിവസം എനിക്ക് 1%, ഒരു മാസം എനിക്ക് 1% ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു സംഗീതജ്ഞനാകാൻ അല്ലെങ്കിൽ പാട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്ന യേശുദാസിനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ആകുന്നില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നയാളും ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലെ ആകുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളെപ്പോഴും പിള്ളേരെ നോക്കിയാൽ മതി. ഇപ്പോൾ വേർഡ്സ്വർത്ത് പറഞ്ഞെന്ന് തോന്നുന്നു, ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ, അല്ലേ? അപ്പോൾ ഈ പിള്ളേർ ശരിക്കും ഈ ചെറുപ്പത്തിൽ എത്ര പ്രാവശ്യം വീഴുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കുറേ പ്രാവശ്യം വീഴും, കുറേ തെറ്റുകൾ ചെയ്യും. പക്ഷേ ആരും അവരെ അന്നേരം വീണതുകൊണ്ട് അടിക്കുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യാറില്ല. കറക്റ്റാണ്, അതെ തീർച്ചയായിട്ടും കുട്ടിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങി, കുറച്ചുകൂടി യൗവനം ആയി, കുറച്ചുകൂടി പ്രായത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. എന്നാൽ എത്രമാത്രം ഗ്രോ ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ തോൽവികളെ, നമ്മുടെ മിസ്റ്റേക്കുകളെ മറ്റുള്ളവൻ ക്രിറ്റിസൈസ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. അതെ അതെ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചൈൽഡിൻ്റെ മൈൻഡാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടത്. തെറ്റുകളിലൂടെ പഠിക്കേണ്ടവനാണ് ഒരു വ്യക്തി. തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്, ചെറിയ സ്റ്റെപ്പുകളിലൂടെ മാത്രം ഓരോ വ്യക്തിയും വളർന്നു വരുന്നത്. ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലേ? ഓരോ വീഴ്ചയിലും അവൻ പിന്നീട് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് പിന്നെയും വീഴും, വീണ്ടും എഴുന്നേറ്റ് നടക്കും. ആ കോൺഫിഡൻസ് ആണ് ഒരാൾ കൊണ്ടുവരേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ബാല്യകാലം കഴിഞ്ഞ് യൗവനകാലത്തിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അന്നൊക്കെ എല്ലാവരും പറയും, മുതിർന്നവർ പറയും, ഏറ്റവും നല്ല കാലം കുട്ടിക്കാലമാണ്, സ്കൂളിലെ കാലഘട്ടമാണെന്നുള്ളത്. അന്നൊന്നും അത് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാറില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. ഇന്ന് എത്രയോ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്. അന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടി കാര്യങ്ങൾ കാണാൻ നമുക്ക് ഇപ്പോൾ സാധിക്കാറില്ല. അന്നൊരു പരാജയം വന്നാൽ നമ്മൾ അത് നേടുന്നവരല്ല ഇന്ന് പലപ്പോഴും നേടാറുള്ളത്. അപ്പോൾ മനുഷ്യന് ഈ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും പറഞ്ഞല്ലോ, ഫിയറിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരുന്നില്ലേ പഴയ കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതൽ? സൊസൈറ്റി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നത്, എൻ്റെയൊക്കെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമാണ് കുറേ കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ആ സപ്പോർട്ട് ആളുകൾ പലരെയും ടെൻഡറായിട്ടുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹാർഡായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ കടന്നു പോയിട്ടുള്ള, പേരൻറ്റിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ തക്ക വിധത്തിലുള്ള ആത്മവിശ്വാസങ്ങൾ എല്ലാം നേടിയെടുക്കാറുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന പൊതുസമൂഹത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്, അവർക്ക് ദേശത്ത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഉപദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മറികടക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് കണ്ടാൽ സാധിക്കും, സ്കൂളിലെ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ധാരാളം വാർത്തകൾ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം പല പേരൻസും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറൊന്ന് ഉപദേശിക്കാമോ, ഞാൻ ഉപദേശിച്ചാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ. അപ്പോൾ അവർക്ക് തന്നെ ദേ ആർ ഇൻകേപ്പബിൾ ടു പേരൻറ് ദെയർ ഓൺ കിഡ്സ്. എല്ലാവരും അങ്ങനെയാണെന്നല്ലോ. പക്ഷേ എന്നോട് പല ആളുകൾ ഈ വിഷയം പറഞ്ഞു, എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ വേണ്ട രീതിയിൽ ഉപദേശിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ പ്ലീസ് ഹെൽപ്പ് മീ, എൻ്റെ കുട്ടി പറഞ്ഞ അനുസരിക്കുന്നില്ല, എനിക്ക് ആ കുട്ടിയെ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ ആം റിയലി ഓവർവെൽംഡ്, എനിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്, അവിടെ ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, അടിക്കാൻ തോന്നുന്നു, പക്ഷേ അത് എൻ്റെ മാനസികാവസ്ഥയെ വല്ലാതെ തളർത്തിക്കളയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈവൻ പേരൻറ്റിങ്ങിൽ വരെയും ആളുകൾ ഒത്തിരി അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ട് കുട്ടികളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും കാണാറുണ്ടായത്, പക്ഷെ ഇന്ന് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മനുഷ്യർ വളരെയധികം ബാധിക്കുന്നൊരു വിഷയമാണ്. അതെ അതെ അതെ.
പക്ഷേ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ ഒരു വികാസത്തിനെ ഒരു 90% സ്വാധീനിക്കുന്നത് ഈ ചെറുപ്പകാലങ്ങളിലുള്ള അനുഭവങ്ങളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പേരൻസ്, സുഹൃത്തുക്കൾ, വീട്, കലാലയങ്ങൾ, അധ്യാപകർ, വായിച്ച പുസ്തകങ്ങൾ, ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെയും സക്സസിനെയും ഒക്കെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നാം പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഒരു കാര്യം എങ്ങനെ തുടങ്ങാൻ സാധിക്കും, തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉത്തരം. വാട്ട് എവർ ഇറ്റ് പോസിബിൾ. ഇപ്പോൾ ഞാൻ പൊതുവെ എക്സാമ്പിളായി പറയുന്ന കാര്യമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച്. ഇപ്പോൾ ഗാന്ധിയുടെ പുസ്തകങ്ങൾ പലതുണ്ട്. അതിനകത്ത് ഇപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചു കാണാൻ സാധിക്കും ഗാന്ധി എന്ന വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയ വിപ്ലവം ഈ രാജ്യത്തുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസോ ജീവിതാനുഭവങ്ങളോ നോക്കിയാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു, അദ്ദേഹം ഒരു ബാരിസ്റ്റർ അല്ലെങ്കിൽ വക്കീലാകാനായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വാദിക്കാൻ പോയ സമയം അദ്ദേഹം നിക്കറിൽ മൂത്രം ഒഴിച്ചു എന്നാണ് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളത്. പത്രമാത്രം ഒരു പേടിത്തൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹം സ്വന്തം തൻ്റെ കഴിവുകേടുകളെയും ഒപ്പം തന്നെ പോരായ്മകളെയും മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം അതിനെ മറികടക്കാനായിട്ടുള്ള ഇൻറ്റൻഷണലായിട്ടുള്ള എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ്. ഇത് മഹാത്മാഗാന്ധി മാത്രമല്ല, ഇപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന് വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹമാണ് അത് ആ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അതിനെ മറികടക്കാനായിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമം അദ്ദേഹം നേടുകയുണ്ടായി. പൊതുവെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് കോൺ ഹാറ്റ്മി എന്ന് പറയുന്ന ഡേവിഡ് ഗോജൻസ്. അദ്ദേഹം പൊണ്ണത്തടിയനായിരുന്നു, പേരൻസ് സെപ്പറേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ കഠിനമായി ഉപദ്രവിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150 കിലോ എത്രയോ എന്തോ, വളരെയധികം വെയിറ്റ്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വെയിറ്റുള്ള ആളായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആയപ്പോൾ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം തീരുമാനിക്കുക എനിക്ക് നേവീസിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അമേരിക്കയിലെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു വ്യക്തിയെ മാറുന്നത് അദ്ദേഹം ആഗ്രഹിക്കും. കുറഞ്ഞ നാളുകൾ കഠിനമായ എഫേർട്ടിലൂടെ അദ്ദേഹം ജീവിതത്തിൽ മാറ്റം വരുത്തി. അദ്ദേഹത്തെ ലോകത്തിലെ അൾട്രാ എൻഡ്യൂറൻസ് അത്ലറ്റ് എന്നറിയപ്പെടുന്നത്, ഏറ്റവും അധികം ട്രാൻസ്ഫോർമേഷണലായിട്ടുള്ള മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി അറിയപ്പെടുന്നതാണ് അദ്ദേഹം. അതുപോലെ ഇതേ മാത്രമല്ല, ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങൾ വായിക്കുകയാണ്, സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ. അവിടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലും എവിടെയൊക്കെയോ വലിയ വലിയ പരാജയങ്ങൾ നേരിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് അല്ലെങ്കിൽ എല്ലാവരോടും പറയാറുള്ളത്, റിയൽ സക്സസ് ഈസ് ഫെയിലിയേഴ്സ്. പരാജയപ്പെട്ട ഒരാൾക്ക് മാത്രം വിജയത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പരാജയപ്പെടുക എന്നുള്ളത് തന്നെയാണ് വിജയം എന്ന് പറയുന്നത്. വിജയത്തെ ആസ്വദിക്കാനും സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടേക്കാം ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്ന് വെച്ച് എല്ലാ മണ്ടത്തരങ്ങളും ചെയ്യണമെന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ചെയ്യുക. സ്റ്റാർട്ട് ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൗ ഐ ക്യാൻ മേക്ക് 1% ഇംപ്രൂവ്മെൻറ്റ് എവറി ഡേ. ഒരു പേഴ്സൻ്റെങ്കിലും മാറ്റം വരുത്താനായിട്ട് എനിക്ക് സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ധാരാളം വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാനുള്ള കാര്യമാണ്, സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് 2 മാർക്കായിരുന്നു പല വിഷയങ്ങളും, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 2 മാർക്ക്. എൻ്റെ ഞാൻ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയും എൻ്റെ ബെഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ബെഞ്ചിലും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഏകദേശം മാർക്കായിരുന്നു. മൊത്തം 28 കുട്ടികളുടെ ക്ലാസ്സാണ്. എനിക്ക് 26 അല്ലെങ്കിൽ 27, ആ പെൺകുട്ടിക്ക് 28, 27 ഇതായിരുന്നു മാർക്ക്. സംഭവിച്ചെന്നാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞങ്ങൾ രണ്ട് സ്കൂളിലേക്ക് മാറി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു പുള്ളിക്കാർക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി എന്ന്. ഞാനും എൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ തീരുമാനിക്കാം എനിക്ക് ഏറ്റവും കുറവുള്ള മാർക്കാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എനിക്കറിയാം എൻ്റെ കഴിവുകളുടെ പരിമിതിയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ പരിമിതി ഉണ്ടെങ്കിൽ കൂടെയും എനിക്ക് ശ്രമിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെന്നുള്ള യഥാർത്ഥത്തിലുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ തുടർച്ചയായി ശ്രമിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ആ പരിമിതിക്ക് അപ്പുറം പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അല്ലേ? ആത്മവിശ്വാസം ഉണ്ടായെന്ന് അറിയത്തില്ല, എനിക്ക് ശ്രമിക്കണം, എൻ്റെ ശ്രമത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇടുക എന്നുള്ളതായിരുന്നു. അതിലൂടെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടുമോയെന്നോ അല്ലെങ്കിൽ അതുവഴി എൻ്റെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയാം. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു.
പക്ഷെ പലരും ആ ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ കഴിവുള്ള, സാഹചര്യമുള്ള എത്ര ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും പലരും ശ്രമിക്കാതെ, തീർച്ചയായിട്ടും. അവർ തുടങ്ങാതെ, നാളെ തുടങ്ങാം, 1-ാം തീയതി തുടങ്ങാം, പിറ്റേ ആഴ്ച തുടങ്ങാം, അല്ലേ? അതെ അതെ അതെ. ഇത് പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലും ഇത് പ്രൊഫഷണൽ ലൈഫിലും പിന്നെ പേഴ്സണൽ ലൈഫിലും സാമ്പത്തിക ലൈഫിലുമൊക്കെ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്ന മേഖല എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ മേഖലയാണ്. ഇപ്പോൾ ലൈഫിൽ 3 കറൻസി ഉണ്ടെന്ന് പറയും. 1 ടൈം, 2 വെൽത്ത്, 3 ഹെൽത്ത്. ചെറുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ധാരാളം സമയമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയില്ല. അതെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഗ്രഹിക്കും അവിടെ ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിൽ അവിടെ ടൂറ് പോകാം, അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കാം, നല്ല വണ്ടി വാങ്ങാനൊക്കെ തോന്നും. പക്ഷേ നമുക്കൊരിക്കലും ആ ഒരു പണം സ്കൂൾ ലൈഫിൽ മോസ്റ്റ് പ്രോബ്ലി സാധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജോലിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ധാരാളം പൈസ വരും, നമുക്ക് അത്യാവശ്യത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ല. അപ്പോൾ നമുക്ക് കൂട്ടുകാർ വിളിക്കുമ്പോൾ പോകാൻ സമയമില്ല, ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, അതല്ലെങ്കിൽ നമുക്ക് പിക്നിക്കിന് പോകാനുള്ള സമയമില്ല. ഇടയ്ക്ക് ചില ഫേസ്ബുക്കിലൊക്കെ പടം കാണാറുണ്ട്, ഒരു മദാമയും സാഹിബും ടൂറിന് പോവുകയാണ്. അവർ നല്ല പ്രായമായിട്ടുണ്ട്, 70 വയസ്സായിട്ടുണ്ട്. ടൂറ് പോയപ്പോൾ ഒരു നൗകയിലോ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാലം കടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം അവർക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സമയവുമുണ്ട്, അതിൽ പൈസയുമുണ്ട്, പക്ഷേ അവർക്ക് ആസ്വദിക്കാനുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യത്തിൽ നാം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മൈൻഡുമായി ബന്ധപ്പെട്ട മെൻ്റലി സ്ട്രോങ് ആകാനായി മെഡിറ്റേഷൻ, ജേർണലിങ്, ഇതെല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി സ്ട്രോങ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ, പണം നമുക്ക് ഉണ്ടാകും, മിക്കവാർക്കും ആർക്കും ഉണ്ടാവും, സമയവും ഉണ്ടാകും. പക്ഷേ ആരോഗ്യത്തിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ വി കനോട്ട് ബിൽഡ് എ ഹെൽത്തി പ്രോപ്പർ ലൈഫ് വെൻ യു ആർ റിട്ടയറിങ്. അപ്പോൾ അതും സ്മോൾ ആക്ഷനായിട്ട് നാം ചെയ്യുന്ന ആക്ഷൻ വലിയ ഒരു ക്യുമുലേറ്റീവ് എമൗണ്ടായി, ഇൻക്രിമെൻ്റൽ എമൗണ്ടായി, കോമ്പൗണ്ടിങ് ആയി നമുക്ക് റിവാർഡായി കിട്ടുകയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടും, ഇല്ല റിട്ടയർമെൻറ്റ് ഒരു എമൗണ്ട് കിട്ടും, പിന്നെ പെൻഷൻ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദിസ് മണി ഫോർ ഫ്യൂച്ചർ. നമ്മൾ ജീവിക്കുന്ന മരണാവസാനം വരെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അതെ. ബട്ട് ആരോഗ്യപരമായി നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നത്? കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നും, ശരിയാണ്, 3 നേരം ഭക്ഷണം കഴിക്കും, ജ്യൂസ് കുടിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കുനിയുന്ന, ഈ സ്റ്റെപ്പ് കയറുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ഡിഫിക്കൽട്ട് ടാസ്കുകൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഒരു 40s ആളുകൾ വരെ പറയും, സാർ ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകളൊക്കെ കാലൊക്കെ ഉളുക്കിപ്പോയ ആളുകളുണ്ട്. ഞാൻ അവരോട് പറയാനുള്ള കാര്യം, ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ സാർക്കോപീനിയ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. കാരണം മസിലിനൊന്നും ശക്തിയില്ല എങ്കിൽ പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഒന്ന് പിടിച്ച് എഴുന്നേൽക്കാൻ സാധിക്കില്ല, ഒന്ന് സ്റ്റെപ്പ് കയറാൻ സാധിക്കില്ല, ഒന്ന് ലോങ് വാക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ശ്വാസം മുട്ടുണ്ടാകുന്നു, കാലിൻ്റെ മസിൽ ഉളുക്കുന്നു, മസിലിൻ്റെ എല്ലിൻ്റെ ചിരട്ട തേഞ്ഞു പോകുന്നു, പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി നിങ്ങൾ കാണണം. എങ്ങനെയാണ് എൻ്റെ ആരോഗ്യത്തെ എൻ്റെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ, വ്യായാമം ക്രമീകരിക്കുന്നതിലൂടെ, ഡയറ്റ് ക്രമീകരിക്കുന്നതിലൂടെ, എൻ്റെ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഓയിലി ഫുഡ് പോലെയുള്ള ഹാബിറ്റുകളെ നിയന്ത്രിക്കുന്നതിലൂടെ എൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ സേഫ് ആക്കാൻ സാധിക്കും? പലപ്പോഴും മനുഷ്യർക്ക് സംഭവിക്കുന്നത്, വൺ ഡേ ദ റിയലൈസ് ദാറ്റ് ഐ ആം നോട്ട് ഹെൽത്തി. പക്ഷെ വി കനോട്ട് റിവേഴ്സ് ഇറ്റ്, അല്ലേ? കുറേ കാലഘട്ടം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പണം വേണമെങ്കിൽ മക്കൾ തരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകാമായിരിക്കും, സമയം ഇഷ്ടം പോലെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ ആരോഗ്യം, ഇപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, ഹോൾസം ലൈഫ് മീൻസ് ഹൗ യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ യുവർ വെൽത്ത് that you will acquire through skill or your profession. Second, your time that will definitely get anyhow after retirement, but your health in terms of physical health and mental health. പലപ്പോഴും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് ഇതിനെ പറയാറുള്ളത്. നമ്മുടെ അസുഖങ്ങളുടെ ഒരു 90% അസുഖങ്ങളുടെയും കാരണം മനസ്സാണ്. മനസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകൾ,
നമ്മുടെ ആശങ്കകൾ, ആകുലങ്ങൾ, സ്ട്രെസ്, ആങ്ഷൈറ്റി, ഇതെല്ലാമാണ് സൈക്കോ എന്ന് പറയുന്നത് മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള ആംഗിളിലാണ്. അപ്പോൾ ഈ മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് പല അസുഖങ്ങളായി പുറത്തു വരുന്നത്. അതെ. അത് ഡയബറ്റിക്സ് ആകാം, ആസ്മ ആകാം, സ്കിൻ ഡിസോർഡേഴ്സ് ആകാം, ബാക്ക് പെയിൻ ആകാം, ഈവൻ കാർഡിയാക് ഇഷ്യൂസ് തൊട്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു ലെസ് ദാൻ 1%, ഐ യു ഡോണ്ട് ബിലീവ് ദാറ്റ്, ഈ മെഡിറ്റേഷൻ പോലെയുള്ള, ജേർണലിംഗ് പോലെയുള്ള മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, കാം ചെയ്യാൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ വളരെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പല ക്ലാസ്സുകളിൽ പോകുമ്പോഴും ട്രെയിനിങ്ങിൽ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്, ഹൗ മെനി ഓഫ് യു ആർ ഡൂയിങ് മെഡിറ്റേഷൻ? അപ്പോൾ 100 പേരുള്ള ക്ലാസ്സിൽ ഒരാൾ മാത്രമായിരിക്കാം പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന്. ദെൻ ഐ എം അഗൈൻ ആസ്കിങ്, ഹൗ മെനി ഓഫ് യു ആർ ഡൂയിങ് ജേർണലിംഗ്? ഒരു 90% ആളുകൾക്കും 99% ആളുകൾക്കും ജേർണലിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഏതൊരു ആളുള്ള ഈ പുസ്തകമാണ് ദ മിറാക്കിൾ മോർണിംഗ്. ലോക സക്സസ്ഫുൾ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റുകളാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അല്ല ആരെ ഹാബിറ്റ് പറയുന്നില്ല, അവസാനം പറയുന്ന കാര്യമാണ് സ്ക്രൈബിങ് അല്ലെങ്കിൽ ജേർണലിംഗ്. ഇന്ന് എൻ്റെ മനസ്സിനെ കാം ചെയ്യാൻ, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ജേർണലിംഗ് എന്നുള്ള പ്രാക്ടീസ് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പല രീതി ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന എല്ലാ മേഖലകളും, പേഴ്സണൽ ലൈഫ്, കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്സ്, മെൻ്റൽ വെൽബീയിങ്, ഈ മേഖലകളെല്ലാം ഒരു കൃത്യമായ പ്ലാനോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഹോൾസം ആയിട്ട് ലൈഫ് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില വ്യക്തികൾ തുടങ്ങി വെച്ചിട്ട് വളരെ വൈകാതെ തന്നെ അവരത് ഉപേക്ഷിക്കും. അതിനുശേഷം മറ്റൊന്ന് തുടങ്ങി വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അതും മടുക്കും, അതും ഉപേക്ഷിക്കും. ഇപ്പോൾ കൺസിസ്റ്റൻസി പലർക്കും ഈ വിഷയത്തിൽ വളരെ ഒരു പ്രശ്നമായിട്ട് കണ്ടുവരാറുണ്ട്. എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക? കൺസിസ്റ്റൻസി എപ്രകാരം ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് തന്നെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്ന കാര്യം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ്, ഇത് മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയാറുണ്ട്. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ കാൾ ന്യൂപോർട്ടിൻ്റെ പുസ്തകമാണ് ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കൺസിസ്റ്റൻസി പ്ലസ് ഹാർഡ് വർക്ക് ഈസ് കോൾഡ് പെർസിവറൻസ് എന്ന് പറയും. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ എൻ്റെ ഈ ടാസ്ക് കണ്ടിന്യൂസ് ആയി റിപ്പീറ്റഡായി ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് കൺസിസ്റ്റൻസി. അതല്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഈ വാക്കിനെ പറയാൻ ആഗ്രഹിക്കുന്ന ഡിസിപ്ലിൻ എന്നാണ്. കൺസിസ്റ്റൻസി പ്ലസ് ആക്ഷൻ ഈസ് കോൾഡ് ഡിസിപ്ലിൻ, അല്ലേ? അതെ അതെ. ഒരു കാര്യം തുടർച്ചയായി ചെയ്യണമെങ്കിൽ അതിനെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹാബിറ്റിനെയാണ് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ് ഷിജുവായിട്ട്. ഇപ്പോൾ ഒരു കാര്യം ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ഈ ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഹാബിറ്റ് എന്ന് പറയുന്നത്, ഒന്നുകിൽ ഡെയിലി എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അതല്ലെങ്കിൽ വീട്ടിൽ ഫിസിക്കലായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഡെയിലി ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചത് എന്തായിരിക്കും? എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് അത് ചെയ്യാനുള്ളൊരു മടി എന്നുള്ളതാണ്. ആ മടിയാണോ ഒരു പക്ഷേ എന്നെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പേടിയായിരിക്കാം. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ഭയമായിരിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണ് ഈ ജിമ്മിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ആരോഗ്യം നിലനിർത്താനായി എനിക്ക് എക്സസൈസ് ചെയ്തേ മതിയാകത്തുള്ളൂ. എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ ഹെൽത്ത് നന്നാക്കണമെങ്കിൽ, ഫിറ്റായിരിക്കണമെങ്കിൽ എനിക്ക് ഈ ആക്ടിവിറ്റി ചെയ്തേ മതിയാകത്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യം. ഇത് പറയുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇൻജൂരിയസ് ടു ഹെൽത്ത് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെ. രണ്ട്, എക്സസൈസ് ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ
കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്റ്റിൽ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അല്ലേ. എന്ന് വെച്ചാൽ എവിടെയോ നമുക്ക് ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ നഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ടാസ്കുകൾ തുടങ്ങിയാൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ് നമുക്ക് എക്സൈറ്റിംഗ് ആയുള്ള കാര്യമാകണം എന്നുള്ളതാണ്. അപ്പോൾ എക്സൈറ്റിംഗ് ആയുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നതാണ്. കുട്ടികളോട് നമ്മൾ പറയും പഠിക്കടാ പഠിക്കടി എന്ന് പറയും. അല്ലെങ്കിൽ ടി വി കാണുന്നത് മതിയാക്കാൻ പറയും. മൊബൈൽ കാണുന്നത് കുറയ്ക്കാൻ പറയും. അല്ലെങ്കിൽ വായിക്കാനെല്ലാം പറയാറുണ്ട്. അതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനാണ്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും? ആരും പറയേണ്ട ആവശ്യമില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, അവർ വായിക്കുന്നു, സ്വന്തമായി പഠിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചറിയുകയാണ് ഇത് വേണമെന്നുള്ള കാര്യം. വായിച്ചാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ജയിച്ചാൽ മാത്രമേ എനിക്ക് ഒരു ഫ്യൂച്ചർ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും ആ കുട്ടി മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഡേവ് കാർണിഗി എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, there are 2 days which are very important in our life. One is the day we born. നമ്മൾ ഒരിക്കലും മറക്കാറില്ല നമ്മൾ ജനിച്ച ദിവസം. എത്ര പ്രായമായാലും നമ്മൾ ജനിച്ച ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും. പക്ഷെ അതുകൂടാതെ വേറെ ദിവസം കൂടി ഉണ്ട്, വിച്ച് ഈസ് ദ ഡേ വി റിയലൈസ് വൈ വി ആർ ബോൺ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിന് എന്തിനാണ് ജീവിച്ചേക്കുന്നത്? ഈ ലോകത്ത് ഞാൻ 50 വർഷമോ 60 വർഷമോ 70 വർഷമോ 80 വർഷമോ ജീവിച്ച് കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈ ലോകം എന്നെ എങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു? കാർണിഗി എന്ന് പറയുന്നത് ലീവ്, ലവ് ആൻഡ് ലീവ് എ ലെഗസി. ലേൺ, ലവ് ആൻഡ് ലീവ് എ ലെഗസി എന്ന് പറയും. പഠിക്കുക, സ്നേഹിക്കുക, വരുന്ന സമൂഹത്തിനൊരു ചരിത്രമായി നമ്മെ പഠിക്കാനായി എന്തെങ്കിലും നല്ല കാര്യം കൊടുക്കുക, ഓർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഒരു പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ ഡ്രൈവ് ആൻഡ് നെസസിറ്റി നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ശരിയായി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ഈ ആഗ്രഹവും ഇഷ്ടവും തമ്മിൽ രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു സംരംഭം തുടങ്ങണമെന്നുള്ളത് ആഗ്രഹവുമുണ്ട്, ഇഷ്ടവുമുണ്ട്. രണ്ടും ഉണ്ടായാലാണ് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ആഗ്രഹമുണ്ട് പക്ഷേ ഇഷ്ടമുണ്ടാകണമെന്നില്ല, പക്ഷെ ചെയ്തേ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ അവിടെ പറയുന്നതാണ് ഡെലിബറേറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഡെലിബറേറ്റ് ആക്ഷൻസ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷണൽ ആയിട്ടുള്ള, മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ ചെയ്തേ അതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹെൽത്ത് വേണമെന്നുള്ള ആൾ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് തുടങ്ങണം. ഇതിന് പറയുന്നത് എപ്പോഴും നമ്മൾ ടൈനി ഗോൾസ് എന്ന് പറയാറുണ്ട്. ടൈനി ഗോൾസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ള പ്രിൻസിപ്പിൾ, 1% ബെറ്റർ ആകുക എന്നുള്ള പ്രിൻസിപ്പിൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഫൈൻഡ് എ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. ഒരു കാര്യം തന്നെ ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി നല്ലത് ഒരു സുഹൃത്ത്. ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി. അപ്പോൾ ഐ ഫൈൻഡ് എ പാർട്ട്ണർ ലൈക്ക് ഷിജോ ഓർ സമ്മൺ എൽസ്, ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടുവേഴ്സ് ദിസ് മിഷൻ ഓഫ് ഡൂയിങ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ മറ്റേയാൾ എന്നെ അതിന് സഹായിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നു. ഞാൻ ഒരു ദിവസം വന്നില്ല ഇങ്ങനെ വിളിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നു. ആ ക്ലബ്ബിൽ ടോസ്റ്റ് മാസ്റ്ററിൽ ഞാൻ ചെന്നില്ല എങ്കിൽ തന്നെ വിളിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെക്കുറിച്ച് പറയുന്നത് പൊതുവെ പറയുന്നത് വി ആർ ദ ആവറേജ് ഓഫ് അവർ 5 ഫ്രണ്ട്സ്. വളരെ പ്രശസ്തമായ പല പുസ്തകങ്ങളും അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാം എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം? നമ്മുടെ പേഴ്സണൽ ഗോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ കരിയർ ഗോൾ എന്തായിരിക്കാം? എനിക്ക് ഇത്ര സാലറി ഉള്ള ഒരാളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന മേഖലയിൽ എക്സ്പെർട്ട് ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 5 സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണ്? അവരുടെ ആവറേജാണ് ഞാൻ നാളെ ആകാൻ സാധ്യതയുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1% ബെറ്റർ എന്ന രീതിയിൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ മുന്നോട്ട് പോവുക. 3 അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക. 4 ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഇതിനാവശ്യമാണ്. ഇതിനെ ആദ്യം പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എപ്പോഴും പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ഇൻസൈഡ്. ഇപ്പോൾ ഡേവിഡ് ഗോജിൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡേവിഡ് ഗോജിൻസ് പൊണ്ണത്തടിയനായിരുന്നു, സ്വന്തം പിതാവിനാൽ വളരെ ഉപദ്രവിക്കപ്പെട്ടവനായിരുന്നു, ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയാണ് എനിക്കിത് മാറ്റിയേ തീരൂ. 100 ദിവസം കൊണ്ട് അദ്ദേഹം തൻ്റെ വെയ്റ്റിൽ ഏകദേശം 50 കിലോളം കുറച്ചുകൊണ്ട് വരുന്നത്. സോ ദാറ്റ് ബുക്ക് ഈസ് ആക്ച്വലി ട്രാൻസ്ഫോർമേറ്റീവ്, കനോട്ട് ഹാപ്പ് മീ. എന്നെ നിങ്ങൾക്ക്
ഉപദ്രവിക്കാൻ സാധിക്കില്ല. വാട്ട് എവർ യു ഡു ദാറ്റ് ഈസ് അൺഅഫക്റ്റഡ്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കും എനിക്കിതിനകത്തുനിന്ന് പുറത്ത് കിടക്കണം. മടിയനാണെങ്കിൽ ഈ മടിയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിനുള്ളൊരു ശക്തമായ ആഗ്രഹം. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടോബയോഗ്രഫി വായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ബയോഗ്രഫീസ് വായിക്കുന്ന ആളാണ്. റിച്ച് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പുസ്തകം വായിക്കാറുണ്ട്. ഇവിടെ എല്ലാം ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ജീവിതത്തിൽ ഏതോ സാഹചര്യത്തിൽ അവർക്കുണ്ടായ ഇൻസിഡൻറ്റിലൂടെയാണ് അവർ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായി തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഡേവിഡ് ഗോജൻസിൻ്റെ കാര്യം അതാണ്. അതുപോലെ ഇപ്പോൾ ഹിറ്റ്ലർ ആണെങ്കിലും പോസിറ്റീവും നെഗറ്റീവുമായി ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ആളുകളിൽ പലരും, എഡിസൺ ആണെങ്കിലും വിൻസ്റ്റൺ ചർച്ചിലാണെങ്കിലും ബാരക് ഒബാമയാണെങ്കിലും, ഇവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു ഘട്ടത്തിൽ അവർ തങ്ങളുടെ പർപ്പസിനെ തിരിച്ചറിയുകയാണ്. പിന്നെ ഡെലിബറേറ്റായി അവർ അറ്റംപ്റ്റ് ചെയ്യുകയാണ്, എനിക്കത് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുകയാണ്. അപ്പോൾ അത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കൂടെയും ആ ഒരു വിഷൻ അവരെ ആക്ഷൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ആക്ഷൻ പ്ലസ് കൺസിസ്റ്റൻസി, ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. അപ്പോൾ ഇൻറ്റൻസിറ്റിയിൽ അധികം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എത്ര ശക്തിയോടെ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എത്രമാത്രം ചെറിയ ആക്ഷനാണെങ്കിലും തുടർച്ചയായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറയാറുള്ളത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. കണ്ടിന്യൂസ് ചെറിയൊരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് കോമ്പൗണ്ടിങ് എഫക്റ്റ് ഈസ് ദ 8th വണ്ടർ ഇൻ ദ വേൾഡ്. ഒരു കാര്യം സ്മോളായി ചെയ്ത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണം ഒരു വലിയൊരു കോർപ്പസ് എമൗണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഡെയിലിയോ മന്ത്ലിയോ ഒരു സ്മോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ആക്ഷൻ, അല്ലേ? അതെ അതെ. പണം ഉണ്ടാക്കണമെന്നുള്ള ആൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ ആക്ഷൻ. ഒരു സ്മോൾ എമൗണ്ട് ആയിരിക്കാം. ഇപ്പോൾ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. 1000 രൂപയായിരിക്കാം, 5000 രൂപയായിരിക്കും, വാട്ടർ മേ ബി ദ എമൗണ്ട്. സോ ഇൻവെസ്റ്റിംഗ് ഈ വൺ സൈഡ് ആൻഡ് എ സ്മോൾ എമൗണ്ട്, അല്ലേ? ഇനി ചെയ്യേണ്ടത് അത് റിപ്പീറ്റ് ചെയ്യുക. ഒന്ന്, എമൗണ്ട് ഈസ് സ്മോൾ എമൗണ്ട് ഫിക്സ് ചെയ്തു, ആക്ഷൻ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. എന്താണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ഒരു ചെറിയ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡായി ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകും. സോ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ ഓവർ നൈറ്റ്. ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. പല ആളുകളും വിചാരിക്കും പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ എല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഇപ്പോൾ വലിയ മാറ്റം സംഭവിക്കും. അതെ, പല ആൾക്കാർ സ്മാർട്ട് വർക്ക് എന്നെല്ലാം പറയും. ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല എന്നാണോ? അതോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാരണം, പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനെ ഒരു മിഥ്യയായി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പല വീഡിയോകളെല്ലാം കാണും, ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക, ആ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ചെയ്യുക, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ചെയ്യുക. ഇതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ആക്ഷൻ എടുക്കാത്തിടത്തോളം. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതെ, ഒരു കാര്യം ഉള്ളിൽ കണ്ടിന്യൂസ് ആയി നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവൻച്വലി നമ്മെ ആക്ഷൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു പ്ലാസിബോ എഫക്റ്റ് എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ഇപ്പോൾ ഒരു കഥയൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു അമ്മായിയമ്മയും മരുമോളും ഭയങ്കര വിഷയമാണ്. അതെ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഈ അമ്മായിയമ്മയെ കൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന് മരുമോൾ പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഒരു കാര്യം ചെയ്യുക, ഈ ഒരു വെള്ളമുണ്ട്, ഈ വെള്ളം നീ അമ്മായിയമ്മയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കണം. വെള്ളം അല്ലെങ്കിൽ ചായ നീ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെള്ളം, ഒരു ചെറിയ വെള്ളം അതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. 30 ദിവസം നിൻ്റെ അമ്മായിയമ്മ മരിക്കും. ആ പുള്ളിക്കാരി സന്തോഷമായി. അമ്മായിയമ്മ ആരും അറിയത്തില്ല, നീ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമാണ്, 30 ദിവസത്തിനുള്ള ആ അമ്മ മരിക്കും. പിന്നെ 30 ദിവസം നീ ആ അമ്മായിയമ്മയെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നോക്കണം. അവരെ നീ വിഷമിപ്പിക്കുന്നു, എന്തായാലും 30 ദിവസത്തിൽ മരിക്കും. അപ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ നീ അവരെ പരിചരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ മരുന്ന് വെള്ളം ഒഴിച്ച് ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒഴിച്ച് കൊടുക്കുന്നു, കുറേ ദിവസം കൊടുക്കുന്നു. അമ്മ മരിക്കൂല എന്തായാലും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായിമ്മയ്ക്ക് എൻ്റെ അത്ഭുതം, എൻ്റെ മോളിലേക്ക് എന്തോ ഒരു മാറ്റം, എന്നെ സ്നേഹിക്കുന്നു. അപ്പം അമ്മായിമ്മയ്ക്കും തിരിച്ച് സ്നേഹം അങ്ങോട്ട് തോന്നുന്നു.
അങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അമ്മായിമ്മയിലും പരിവർത്തനം വന്നു കഴിഞ്ഞു. അമ്മായിമ്മയ്ക്കും എൻ്റെ മോൾ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് എന്നോട് സന്തോഷം സംസാരിക്കുന്നു, എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവളെന്തിനാണ് ചെയ്യുന്നത്? എന്തായാലും അമ്മ മരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇനിയുള്ളൊരു 10-30 ദിവസം അമ്മ സന്തോഷത്തോടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ആളെ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊടുത്തതുകൊണ്ട് മരിക്കാൻ വേണ്ടി കൊടുത്തെങ്കിലും ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റമാണ്. പലപ്പോഴും പല മരുന്നുകൾ ഉൾപ്പെടെ അങ്ങനെയാണ്. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പ്രശസ്തരാകാറുണ്ട്. മരിക്കുന്ന രോഗമാണെങ്കിലും അവർ പറയും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോളാൻ പറയും. അതെ അതെ അതെ. അതുകൊണ്ട് ചിലപ്പോൾ ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, എന്തെങ്കിലും മരുന്ന് കിട്ടിയാൽ മാത്രമേ അസുഖം മാറിയാലേ തോന്നുള്ളൂ. അതെ. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ആ ഡോക്ടേഴ്സ് അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നും, മനസ്സ് കുറേ കൂടി ലീവ്ഡ് ആവും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്ലാസിബോ എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രിൻസിപ്പിളെല്ലാം വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു സംഭവം, ഒരു കല്ലോ അതല്ലെങ്കിൽ ഒരു ഐറ്റമോ മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഡൗൺ ഉള്ളൂ അല്ലേ? അതെ അതെ. ഒരിക്കലും ഒരു കല്ല് മേളിൽ നിന്നിട്ടാൽ താഴേക്കല്ലാതെ മുകളിലേക്ക് പോകില്ല. സോ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നാം ഒരു കാര്യത്തിനുണ്ട് യഥാർത്ഥമായ ആത്മാർത്ഥമായ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% എഫേർട്ടാണ്. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ വായിച്ച പുസ്തകമാണ് പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്ന ബാലൻ ഒരു വലിയ നിധി തേടി യാത്ര ചെയ്യുന്നു. ഞാൻ കുറേ നാൾ എനിക്ക് അന്നൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയി തോന്നിയ കഥയാണ്. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കാറുണ്ട്. അദ്ദേഹം ഈ എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും സഹിച്ച് മരുഭൂമി കടന്ന് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും തൻ്റെ സ്നേഹിതയെ നഷ്ടപ്പെട്ടൊക്കെ കൊടുങ്കാറ്റിലൂടെയും അപകടങ്ങളിലൂടെയും എല്ലാം യാത്ര ചെയ്ത് ഏറ്റവും അങ്ങോട്ടത്ത് എത്തിക്കഴിയുമ്പോൾ തിരിച്ചറിയുന്നത് താൻ എവിടെയാണോ യാത്ര ആരംഭിച്ചത് അവിടെയാണ് ഈ വലിയ നിധി ഇരിക്കുന്നതെന്ന്. ശരിക്കും ഈ നിധി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ കണ്ടെത്താനുള്ള യാത്ര നാം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നിധിയെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ആക്ഷനിൽ വിശ്വസിക്കുമെന്ന് പറയുന്നത്. ആക്ഷൻ ചെയ്താൽ മാത്രമേ, ചിലപ്പോൾ ആ ആക്ഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കുന്നില്ലായെങ്കിലും ആക്ഷൻ്റെ റിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കാസ്കേഡിങ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മിലേക്ക് തീർച്ചയായും റിസൾട്ടിനെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് കൺസിസ്റ്റൻസി ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അതിനോട് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത് ഈ പറയുന്ന കാര്യം ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷനിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദർ ഈസ് നോ ഷോർട്ട് കട്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, വിജയിക്കുന്ന ആളെന്ന് പറയുന്നത് ലെസ് ദാൻ 5%. വിജയം എന്ന് പറയുന്നത് പണം മാത്രമല്ല. ഇപ്പോൾ ദ ഹൈ പെർഫോമൻസ് ഹാബിറ്റ് എന്ന പുസ്തകമുണ്ട്, റിച്ചാർഡ് പേര് മറന്നു ഞാൻ ആ പുസ്തകം എഴുതിയ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിജയം എന്ന് പറയുന്നത് വെൽത്ത്, ലോങ്വിറ്റി, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇതാണൊരു ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത്. പണം ഉണ്ടാകുന്നത് മാത്രമല്ല, സന്തോഷം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, കുറേ നാൾ ആരോഗ്യത്തെ ജീവിച്ചിരിക്കണം, ജീവിതത്തിന് പർപ്പസ് ഉണ്ടാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അത് ഡെലിബറേറ്റ് ആയിട്ട് അറ്റംപ്റ്റിലൂടെ മാത്രമേ നമുക്ക് നേടുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് സന്തോഷമുള്ള ആളുകൾ വളരെ കുറവാണ്, ധനികരായ ആളുകൾ വളരെ കുറവാണ്, നല്ല ആരോഗ്യമുള്ള ആളുകൾ വളരെ കുറവാണ്, ജീവിത സെൻസ് ഓഫ് പർപ്പസ് കണ്ടെത്തിയ ആളുകൾ വളരെ കുറവാണ്. ഇനി ഈ 5 കാര്യങ്ങൾ ഒരുമിച്ചുള്ളവരും വളരെ വളരെ കുറവായ ആളുകളാണ്. അപ്പോൾ ഈ വളരെ കുറവായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി യഥാർത്ഥത്തിലുള്ള പ്രയത്നമായ ജീവിതത്തിൽ പ്ലാൻഡായി മെറ്റിക്കുലസായി അവർ ടൈമിനെയും സൗഹൃദത്തെയും പണത്തെയും എല്ലാം വേണ്ട രീതിയിൽ വളരെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത ആളുകളാണ്. ഐഡിൽസ് മാൻസ് മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ചുമ്മാ ഇരിക്കുന്ന വിജയിക്കാൻ സാധിക്കുകയില്ല, വെറുതെ വിജയം സാധിക്കുകയില്ല. അതിന് എഫേർട്ട് തന്നെ കൂടിയേ തീരുള്ളൂ. ഇല്ലാതെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ മാന്ത്രികതയോ മന്ത്രവാദമോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും ഒപ്പം തന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഇൻട്രാക്റ്റഡ് ആകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ എഡിസൺ, അതുപോലെ ഗാന്ധി, അതുപോലെ ബരാക് ഒബാമ, അവരുടെയൊക്കെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ ലൈഫ് പർപ്പസ് അവർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്താനുള്ള വഴി എന്താണ്? ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാണ് ഏറ്റവും ആദ്യം നാം കണ്ടെത്തേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്, അവർ
കുറേ സമയം കഴിയുമ്പോൾ പറയും എനിക്കിതൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ മേഖലയല്ലായിരുന്നു എനിക്ക് ഫ്ലറിഷ് ചെയ്യേണ്ടത്. എൻ്റെ പേരൻസ് അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് എന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആയിരുന്നുകൊണ്ട് എൻജിനീയേഴ്സ് ആകാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഡോക്ടറെ കാണണമെന്നായിരുന്നു ആഗ്രഹം, ഞാൻ ഡോക്ടറാകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ള കാര്യം. കുറച്ച് കാര്യം നാം ചിന്തിച്ച് നോക്കുക. എൻ്റെ പർപ്പസ് കണ്ടെത്താനായിട്ട് വാട്ട് ഐ എം ഗുഡ് അറ്റ്, എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കഴിവ് ഏതാണ്, എന്ത് കാര്യത്തിന് ഏറ്റവും ഞാൻ ഗുഡായിട്ടുള്ളത്. പബ്ലിക് സ്പീക്കിങ്ങിലാണോ, റൈറ്റിങ്ങിലാണോ, ഡോക്യുമെൻറ്റേഷനിലാണോ, പ്രോഗ്രാമിങ്ങിലാണോ, കോഡിങ്ങിലാണോ, എന്ത് കാര്യമാണ് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നതെന്ന് കണ്ടെത്തുക. ഇതൊരു ഡയഗ്രാം എല്ലാം ഉണ്ട്, ഇത് ഡയഗ്രാം വരച്ച് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യാറുള്ളത്. ഏറ്റവും ഗുഡായിട്ടുള്ളത് ഏതാണ്. രണ്ടാമത്തെ കാര്യം വാട്ട് ഐ എം പാഷനേറ്റഡ്. ചിലപ്പോൾ ഞാൻ എഴുതാൻ നല്ല ആളായിരിക്കും, അപ്പോൾ ഞാൻ നന്നായിട്ട് എഴുതുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ എഴുതാനുള്ള ടാസ്കുകളൊക്കെ തരും. പക്ഷെ എനിക്ക് അത്രമാത്രം പാഷനില്ല അതിനകത്ത്. എനിക്ക് കുറച്ചുകൂടി പാഷനുള്ളത് സംസാരിക്കാനും ട്രെയിനിങ് ചെയ്യാനുമാണ്. പക്ഷെ ഞാൻ നന്നായി എഴുതുന്നതുകൊണ്ട് എനിക്ക് ഡോക്യുമെൻറ്റേഷൻ റിപ്പോർട്ട് പോലെ നന്നായി എഴുതുന്നു വിചാരിച്ച ആൾ തന്നെ ഏൽപ്പിക്കും. ബട്ട് ഐ എം നോട്ട് പാഷനേറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ ഞാൻ നന്നായി ചെയ്യുന്ന കാര്യമാണോ ഒന്ന്, 2 ഞാൻ അതിനകത്ത് പാഷനേറ്റ് ആണോ എന്ന് വെച്ചാൽ പലരും എനിക്ക് ആ ജോലി ചെയ്യുകയാണെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോലും താല്പര്യമില്ല. ജീവിതം മരിക്കുന്നത് ഞാൻ പബ്ലിക് സ്പീക്കറോ അല്ലെങ്കിൽ എഴുത്തുകാരനോ പ്രോഗ്രാം കോഡറോ ട്രെയിനറോ ആയിട്ട് അക്കൗണ്ടൻറ്റോ ചെയ്യും. ഒന്ന്, ഞാൻ ഇതിനകത്ത് സ്കിൽഡ് ആണോ അല്ലെങ്കിൽ ഗുഡാണോ. 2, എനിക്ക് എത്രമാത്രം പാഷൻ ഈ കാര്യത്തിലുണ്ട്. മൂന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത് വാട്ട് ഐ എം പെയ്ഡ് ഫോർ. ഈ പറയുന്ന പാഷൻ കൊണ്ട് സ്കില്ല് കൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു എഴുത്ത് അല്ലെങ്കിൽ വായന അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, ട്രെയിനിങ്, കോഡിങ്, ആർക്കിടെക്റ്റ്, ഈ സംഭവം നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ടോ. ആ കഴിവ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പണമായി മാറാൻ സാധ്യതയുണ്ടോ. നാലാമത്തെ കാര്യം ചിന്തിക്കേണ്ടത് വാട്ട് ദ വേൾഡ് നീഡ്സ്. ഈ പറയുന്ന കഴിവ് ലോകത്തിന് ആവശ്യമുണ്ടോ. ഇപ്പോൾ നിങ്ങൾ പബ്ലിക് സ്പീക്കറാണ്, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ. ഒരു ട്രെയിനറാണ്, നിങ്ങളുടെ കഴിവ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ. നിങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റാണ്, നിങ്ങളുടെ കഴിവ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൂടി കമ്പയർ ചെയ്യുന്ന കാര്യം മാത്രമേ നിങ്ങൾ ഒരു ലൈഫിൻ്റെ മിഷനായി തിരഞ്ഞെടുക്കാവൂ. ഈ 4 കാര്യങ്ങളും കമ്പൈൻഡ് ആയിട്ട് ഉള്ളൊരു സംഭവത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം തന്നെ ഫുൾഫില്ലിംഗ് ആയി മാറ്റുവാൻ സാധിക്കും. ഒരു ജീവിതം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. വർക്ക് ഈസ് ലൈഫ്, ലൈഫ് ഈസ് വർക്ക്. ശരിയല്ലേ. തീർച്ചയായിട്ടും. ജോലി ജീവിതമാണ്, ജീവിതം ഒരു ജോലിയാണ്. അതായത് ജോലിയെയും ജീവിതത്തെയും സെപ്പറേറ്റായി കാണേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ജോലിയാണെന്നുള്ള ചിന്താഗതി അവിടെയുണ്ട്. അപ്പോൾ ഒരിക്കലും നാം ബോറായിട്ട് ലൈഫ് തോന്നില്ല. എൻ്റെ പാഷനാണത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഈ 4 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർജങ്ഷൻ നാം കണ്ടെത്തുകയും അതൊരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെ അതിനെ കണ്ടെത്തി നാം ഡെവലപ്പ് ചെയ്യണം. ഞാൻ പലപ്പോഴും ഈ സെഷൻസ് എടുക്കാനുള്ള സമയത്ത് പല കുട്ടികളും അല്ലെങ്കിൽ പല ആളുകളും പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഇന്ന കാര്യങ്ങൾ എനിക്ക് പാഷനുണ്ട്, ഇന്ന കാര്യം ഞാൻ ഗുഡാണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഇത് ലോകത്തിന് ആവശ്യമുണ്ടോ. അതെ. ഇത് ചെയ്താൽ എനിക്ക് നാളെ പണം കിട്ടാൻ സാധ്യതയുണ്ടോ. കാരണം ഇത് പറയാൻ കാരണം ഒരു പാഷൻ കാര്യമായിട്ടുണ്ട്, നല്ല പാഷനാണ്. അതുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടില്ല, എന്ത് ചെയ്യും, അതുകൊണ്ട് ജീവിത സന്തോഷത്തോടെ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കപ്പോൾ ജീവിതകാലം മൊത്തം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും ഒക്കെ ജീവിക്കണമെങ്കിൽ ഈ ഇൻ്റർസെക്ഷൻ്റെ കണ്ടെത്തൽ ആവശ്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബെസ്റ്റ് അവെയർനെസ് ഈസ് സെൽഫ് അവെയർനെസ്. ഞാൻ ബൈബിളിലൊരു കഥ വായിക്കാറുണ്ട്. കഥയിൽ ഉപമ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വലിയ നിധി കണ്ടെത്തി. അദ്ദേഹം മടങ്ങിപ്പോയി തൻ്റെ എല്ലാ സ്വത്തുക്കളും വിറ്റ ശേഷം അദ്ദേഹം ആ വയൽ സ്വന്തമാക്കി. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് പലരും ഉപദേശിമാരും അച്ഛന്മാരും പ്രസംഗിക്കുന്നത് സ്വർഗത്തെ കണ്ടെത്തി യേശുക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം തന്നെ കണ്ടെത്തുകയായിരുന്നു. അത് കണ്ടെത്താത്തത്തോളം കാലം നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ കഴിവെന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ മിഷൻ എന്താണെന്നൊരു വ്യക്തി തിരിച്ചറിയുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിലുള്ള ആ ട്രഷർ ഒളിഞ്ഞിരിക്കുന്നത്. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ അമാനുഷികമായിട്ടുള്ള അപാരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ
ലൈഫിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചിപ്പായോ ഒരു മെമ്മറിയായോ മറ്റാർക്കുമില്ലാത്ത ഒരു വലിയ കഴിവ്. സോ നോ വൺ ഈസ് കമ്പയർഡ് വിത്ത് അതേഴ്സ്. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈശാസ്ത്രമെല്ലാം ഹസ്തശാസ്ത്രമെല്ലാം പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലയുടെ സ്കെലറ്റ് അല്ലെങ്കിൽ വരയുണ്ടല്ലോ, ഒരു ഇലയുടെയും വരകൾ തമ്മിൽ ഒരുപോലെയല്ല. സോ അതൊരു ക്രിയേഷനാണ്. അത് ദൈവം ഉണ്ടാക്കിയതാണോ സ്വന്തം ഉണ്ടായതാണോ എന്ന് അറിയത്തില്ല. എവരി വൺ ഈസ് യുണീക്ക്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മൊത്തം ആ ഒരു സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അവെയർനെസ്സിലേക്ക്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടെത്തലിലേക്കാണ് നാം പോകേണ്ടത്. ഭാഗ്യവശാൽ പോലെ വെസ്റ്റേൺ തോട്ട്സും സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചും സെൽഫ് ജ്ഞാനത്തെക്കുറിച്ചും പറയുന്ന ധാരാളം ചിന്തകന്മാരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ ഉൾപ്പെടെ എല്ലാം പറഞ്ഞ അദ്വൈതം എന്ന് പറയുന്ന ആശയമൊക്കെ എത്രമാത്രം ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു. തന്നെ കണ്ടെത്തുക. ഇപ്പോൾ ഗൗതമ ബുദ്ധനൊക്കെ ഇറങ്ങി പുറപ്പെട്ടതിന് കാരണം എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണമെല്ലാം തൻ്റെ പർപ്പസിനെ താൻ തന്നെ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് കണ്ടെത്തുമ്പോഴാണ് പിന്നീട് ജീവിതത്തിൽ വിജയം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നാം എന്തിനാണ് ജനിച്ചതെന്ന് തിരിച്ചറിയേണ്ട ദിവസം. അതൊരു രണ്ടാം ജന്മം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായി നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പുതിയ കാല ജീവിത പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ആളുകൾക്ക് സ്വന്തം മനസ്സിനെ മറികടക്കാൻ കഴിയാറില്ല. ഭയങ്ങളാകാം, ആങ്സൈറ്റി ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തും ആകാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് ഒരാൾക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുക? അതിനെന്തൊക്കെ മാർഗങ്ങളാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്? ഷിജോ പറയുന്ന ടോപ്പിക്ക് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് മെൻ്റൽ സ്ട്രെങ്ത്. ഒരു പക്ഷിയല്ല, തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ അവന് വേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ അസറ്റാണ് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളത്. മെൻ്റലി സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ സാധിക്കുക. അപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന പുസ്തകം തന്നെയുണ്ട്. ഇമോഷൻ ഇൻ്റലിജൻസ് 2.0 എന്ന പുസ്തകം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രശ്നങ്ങളെ ഉണ്ടാകുമ്പോൾ അതിന് മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല, നേരിടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ വേണ്ടതിൽ ഏറ്റവും വലിയ ഒരു നൈപുണി സ്കില്ലെന്ന് പറയുന്നത് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളതാണ്. ഇത് മാർക്കസ് ഒറീലിയസിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മെഡിറ്റേഷൻസ് എഴുതിയ പുസ്തകമൊക്കെ എഴുതിയ അദ്ദേഹമാണ്. അതുപോലെ ആസ്ട്രാസെനെക്ക എന്ന് പറയുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി പണ്ട് കാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോയിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്, എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അവർ തന്നെ പറയുന്നത് ജീവിതത്തിൽ പരാതികളില്ലാത്ത ജീവിതം, പരിഭവങ്ങളില്ലാത്ത ജീവിതം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സ്വതസിദ്ധമായ കഴിവോടും ശൈലിയോടും കൂടി നേരിടാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. അതുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ ധാരാളം ആളുകൾ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആളുകളാണ്, ധാരാളം ആളുകളുടെ വിഷയങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. കുട്ടികളുടെ പ്രശ്നം മുതൽ മുതിർന്നവരുടെ പ്രശ്നം മുതൽ എല്ലാം കേൾക്കുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കും, നാം ആഗ്രഹിക്കും, ഇവർക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം ജീവിതത്തെ ഈസി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ചിലരെല്ലാം പ്രശ്നങ്ങൾ വളരെ ചെറിയ പ്രശ്നങ്ങളാണ്, ചില പ്രശ്നങ്ങളെല്ലാം വളരെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് ഇമോഷൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്തിലൂടെ സാധിക്കും. ഇതിനിപ്പോൾ ആസ്ട്രാസെനിക്കല്ല ഇതിനെ പറയുന്നത് അൺഅഫക്റ്റഡ്, റിമെയിൻ അൺഅഫക്റ്റഡ്. ഞാൻ പൊതുവേ വളരെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് പറയാനുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ പോവുകയാണ്, ഒരു വണ്ടി ഓടിച്ച് പോവുകയാണ്, എതിരെ ഒരാൾ വന്ന് വലിയ ഹോൺ അടിക്കുന്നു, ഒരാൾ വട്ടം ചാടുന്നു, വണ്ടി കുറുകെ വയ്ക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും. അതെ. അല്ലെങ്കിൽ ഞാൻ ഷിജോയുടെ മുഖത്തേക്ക് ഇയാൾ എന്ത് മോശക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഷിജോ തീർച്ചയായും എന്നോട് ദേഷ്യപ്പെടുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതെ അതെ. തിരിച്ച് ചിന്തിച്ച് നോക്കുക, ഷിജോയോട് ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെടുന്നില്ല.
ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. ഒരു പ്രാവശ്യം ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. രണ്ടാമത് ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. മൂന്നാമത് ചീത്ത വിളിച്ചു, ബുദ്ധൻ മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ശിഷ്യൻ ശാന്തനായി കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒന്നും തിരിച്ചു പറയാനോ ദേഷ്യപ്പെടാനോ കഴിയാതിരുന്നത്? അദ്ദേഹം ഒരു കുടം കൊണ്ടുവരാൻ പറഞ്ഞു. കുടം കൊണ്ടുവന്നു, കുടം കമത്തി വെച്ചു. അതിനുശേഷം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ഈ കുടത്തിനകത്ത് ശേഖരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ്, നീ കുറേ ദേഷ്യപ്പെട്ടു, നീ കുറേ ചീത്ത വിളിച്ചു, നീ കുറേ അസഭ്യം പറഞ്ഞു, ഇതിലൊരു തുള്ളി പോലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മിക്ക പ്രശ്നങ്ങളും ഡിപ്രഷനാകാം, ആങ്കറാകാം, സ്ട്രെസ്സാകാം, ആങ്സൈറ്റി ആകാം, എല്ലാം വരുന്നത് ഫ്രം അവർ ഈഗോ. അതെ, ഓൾ ദ ഇമോഷൻ ഇഷ്യൂസ് ആർ സ്റ്റെംസ് ഫ്രം ഈഗോ എന്നാണ് സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഷിജോയോട് ദേഷ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഷിജോ തിരിച്ച് ദേഷ്യപ്പെടുന്നു? കാരണം യു ആർ അഫക്റ്റഡ്. ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ, ചീത്ത വിളിച്ചപ്പോൾ, കുറ്റം പറഞ്ഞപ്പോൾ, വിമർശിച്ചപ്പോൾ, ദാറ്റ് ഈസ് അഫക്റ്റഡ് യു. അതെ, ദേഷ്യം മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ ഒരാൾ കമൻറ്റ് പറയുകയാണ്, ഈ ആളെ കണ്ടിട്ട് ഇയാളുടെ ക്ലാസ്സിൽ മാത്രം നന്നാകാൻ സാധ്യതയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് വളരെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയി? കാരണം ഞാൻ ഇത്ര മോശക്കാരനാണെന്ന് അയാൾ പറഞ്ഞുവല്ലോ എന്നുള്ള ആ ചിന്ത, അതെൻ്റെ ഈഗോയെ ഞാൻ ടച്ച് ചെയ്തു അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഒട്ടുമിക്കല്ല 100% ഇമോഷണൽ ഇഷ്യൂസും വരുന്നത് നമ്മുടെ ഈഗോയിൽ നിന്നാണ്. ദേഷ്യമാകാം, സങ്കടമാകാം, ഡിസപ്പോയിൻമെൻറ്റ്സ് ആകാം, എല്ലാം നമ്മെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എങ്ങനെ നമുക്ക് റിമെയിൻ അൺഅഫക്റ്റഡ് ആകുവാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കൂ. പലപ്പോഴും ആളുകൾ ഓഫീസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും എല്ലാം പുറത്ത് നടക്കുന്ന ആളുകളുടെ സംഭാഷണങ്ങൾ, അവരുടെ കമൻറ്റുകൾ, അവരുടെ ജീവിതങ്ങൾ, ഇതെല്ലാം കമ്പയർ ചെയ്തും അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ്ഡായി ഒരു സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിതം നയിക്കുകയാണ്. സത്യത്തിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തെ ആസ്വദിക്കുന്നില്ല. ഉള്ളത് സന്തോഷിക്കാൻ സാധിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രശ്നമായി ഈ മനസ്സും ശരീരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മെൻ്റലി സ്ട്രെങ്ത് എന്ന് പറയുന്നത് റിമെയിൻ അൺഅഫക്റ്റഡ്. ഏത് പ്രശ്നം വന്നാലും എന്നെ അത് നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത. ഇത് പറയുമ്പോൾ എംപതി എന്ന സ്കില്ലുണ്ടല്ലോ, എംപതറ്റിക് ആകണ്ട എന്നുള്ളതല്ല. ഒരാൾ കരയുമ്പോൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നോട് ഈ ചോദ്യം ചോദിച്ചാണ്. എംപതി ഒരു സ്കില്ലാണ്, ഒരു അവസ്ഥ. എംപതി തീർച്ചയായും ഒരു സ്കില്ലാണ്. കാരണം ഇപ്പോൾ ഓഫീസിൽ ഒരാൾ വൈകി വരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പെർഫോമൻസ് കുറയുന്നു. എംപതി ഇല്ലാത്ത ആൾക്ക് വേണമെങ്കിൽ വെറുതെ പറയാം, നീ എന്തിന് വൈകി വരുന്നു, അതെ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. ഒരു സ്കൂളിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു സ്കൂളിൽ ഒരു കുട്ടി എല്ലാ ദിവസവും വൈകി വരുന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല, അധ്യാപനം അടിക്കുന്നതിന് വഴക്ക് പറയുന്നുണ്ട്. ഒരു ദിവസം സ്കൂളിന് പുറത്ത് വെച്ച് ഈ കുട്ടിയുടെ കഷ്ടപ്പാടുകൾ ഈ അധ്യാപകൻ കാണുകയാണ്. അപ്പോഴദ്ദേഹത്തിന് ഈ കുട്ടിയോട് മനസ്സിലുണ്ടാക്കി പിന്നെ കുട്ടിയെ സഹായിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ചെയ്യാൻ സാധിച്ചത്. ഈ എംപതി എന്ന് പറയുന്നത്, ഈ ആൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, വൈകി വരുന്നുവെങ്കിൽ, ദേഷ്യപ്പെടുന്നുവെങ്കിൽ, പെർഫോമൻസ് കുറയുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഉള്ള സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതും ഈ സ്റ്റോയിക് പ്രിൻസിപ്പളിൻ്റെ വലിയൊരു കാര്യം. അതും മെൻ്റലി സ്ട്രോങ് ആൾക്ക് മാത്രമേ മറ്റുള്ളവൻ്റെ ഇമോഷൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ വികാരങ്ങളെ തന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് വളരെ കൂടുതൽ, നിൻ്റെ പ്രശ്നം എനിക്ക് താങ്ങാൻ സാധിക്കില്ല. ഒരു മെൻ്റലി സ്ട്രോങ് ആയ ആൾക്ക് എംപത്തറ്റിക് ആകാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി പോസിറ്റീവായി കൺസിഡർ ചെയ്ത് പെരുമാറാൻ സാധിക്കും. ഈഗോ ഉള്ളയാൾ, മെൻ്റലി സ്ട്രോങ് അല്ലാത്തയാൾ, അൺഅഫക്റ്റഡ് അല്ലാത്തയാൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പോസിറ്റീവായി കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഒരു റിമെയിൻ അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് ചെയ്താലും എൻ്റെ ഇമോഷൻസിനെ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. യു ആർ നോട്ട് കൺട്രോളിങ് മീ, ഐ ഹാവ് മൈ ലോക്കസ് ഓഫ് കൺട്രോൾ. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഡെസ്റ്റിനിയെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. നത്തിങ് എക്സ്റ്റേണൽ ക്യാൻ ഇൻഫ്ലുവൻസ് മീ നെഗറ്റീവ്ലി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് വരാൻ സാധിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കും. പല ആളുകളുണ്ട്, ഒന്ന് പരാജയപ്പെട്ടാൽ
ഒന്ന് വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവായൊരു അപകടമുണ്ടായാൽ, പരാജയപ്പെടുകയോ കടമുണ്ടാകുകയോ ബ്രേക്കപ്പ് ഉണ്ടാകുകയോ മരണമുണ്ടാകുകയോ ചെയ്താൽ ജീവിതം തീർന്നു പോകുന്ന ആൾക്കാരുണ്ട്. അതെ. ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ മരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് വാർത്തകളിലൊക്കെ വായിക്കണം, ആരോ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, ഫോൺ തന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, ടീച്ചർ വഴക്കുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക. അതുകൊണ്ട് സാറന്മാരൊക്കെ വഴക്ക് പറയാൻ പേടി, അടിക്കാൻ പേടി, മാതാപിതാക്കൾക്ക് പേടി. ഇങ്ങനെയൊന്നുമല്ല സമൂഹം ആരോഗ്യമായി വളരേണ്ടത്. ഏത് പ്രശ്നത്തെയും മറികടക്കാനായിട്ടുള്ള മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് മെൻ്റലി നമുക്ക് സ്ട്രോങ് ആകാൻ സാധിക്കുക? ഏത് പ്രശ്നം വന്നാലും നമുക്ക് എങ്ങനെയാണ് നമ്മെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മെൻ്റലി സ്ട്രോങ് ആൾക്ക് മാത്രമേ മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് തിരിച്ചറിയേണ്ടത്? ഇപ്പോൾ ഒരു ആൾ പറയുകയാണ്, ഞാൻ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കാൻ കഴിവുള്ള ആളാണ്. ശരി, കഴിവുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് മനസ്സിലാകുന്നത്? യഥാർത്ഥ അയാൾ ഓടുകയും ആ ഓട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം അതിൽ കഴിവുള്ള ആളാണെന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ആ ജീവിതത്തിലെ ഓട്ടത്തെ തുടർച്ചയായി ഓടുക. ഓടുമ്പോൾ ചിലപ്പോൾ വീഴാം, അല്ലേ? ചിലപ്പോൾ പരാജയപ്പെട്ടിരിക്കാം. അപ്പോൾ ഈ പരിക്കുകളും മിസ്റ്റേക്കുകളും പരാജയങ്ങളുമാണ് ഒരു മനുഷ്യനെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് എല്ലാം പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കാണാനുള്ള മൈൻഡ് സെറ്റുകൾ ഉണ്ടാകണം. ഒന്ന് പരാജയപ്പെട്ടാൽ അതെൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു വിജയം കൈവരിക്കാൻ. ഇപ്പോൾ എഡിസൻ്റെ അനുഭവം പറയാറുണ്ട്. എഡിസൺ ലോകത്തിൽ ഏറ്റവും അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകൾ രണ്ടാമത്തെ ആളാണ്. മജീഷ്യൻ ഓഫ് മെൽബൺ പാർക്ക് എന്നറിയപ്പെടുന്നത്. പക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം പരാജയപ്പെട്ടതും എഡിസനാണ്. അപ്പോൾ ഈ പരാജയങ്ങളാണ് മനുഷ്യനെ ശക്തനാക്കി മാറ്റുന്നത്. അത് സാമ്പത്തിക പരാജയങ്ങൾ മാത്രമല്ല, മൈൻഡ് കൊണ്ട് നാം പരാജയങ്ങളെ മറികടന്ന് പോകുമ്പോഴാണ് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് മെൻ്റലി സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മൾ സ്വർണ്ണത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒരു സ്വർണ്ണത്തെ അടിച്ചടിച്ചടിച്ച് അതിന് രൂപത്തിലാക്കും. അല്ലെങ്കിൽ മൺകുടത്തെക്കുറിച്ച് പറയാറുണ്ട്. അതിന് കുറേ പെയിൻഫുള്ളായ പ്രോസസ്സിലൂടെ കൊടുത്തി വിടാറുണ്ട്. അതുപോലെ നമ്മൾ നല്ല ശില്പങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നല്ല ശില്പങ്ങൾ എന്ന് പറയുന്നത്, ഒരിക്കൽ മൈക്കലാഞ്ചലോ എന്തോ വളരെ മനോഹരമായ ശില്പം ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ഒരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വളരെ ഏഞ്ചലായിട്ടുള്ളൊരു ശില്പത്തെ ഉണ്ടാക്കി. അപ്പോൾ ആരോ ചോദിച്ചു, എങ്ങനെയാണ് ഈ ശില്പം ഉണ്ടാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ശില്പത്തിൽ ആവശ്യമില്ലാത്തതിനെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പേൾ അല്ലേ, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ കടൽക്കരയിലൊക്കെ പോകുമ്പോൾ മനോഹരമായ കല്ലുകൾ നമുക്ക് പുഴയുടെയൊക്കെ തീരത്ത് കാണാറുണ്ട്. ഞാൻ ഋഷികേശ് പോലെയുള്ള ഗംഗാജലങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് അത്ര മനോഹരമായിട്ടുള്ളൊരു സംഭവമായി മാറിയത്? മനോഹരമായൊരു പുറ്റോ അല്ലെങ്കിൽ കല്ലോ ആയി മാറിയതെന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി തന്നെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ അനുഭവങ്ങളോടെ കടന്നുപോയാണ് ഒരു മനുഷ്യൻ മെൻ്റലി സ്ട്രോങ് ആകുന്നത്. അപ്പോൾ ഈ പരാജയങ്ങളെ എംബ്രേസ് ചെയ്യാൻ, അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്ഥിതിയിലേക്ക് മനുഷ്യർ വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആക്ടിവിറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് അല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു കുട്ടിയോട് പരാജയപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് തൊട്ട് മെൻ്റലി സ്ട്രോങ് ആകാൻ സാധിക്കും. ഇപ്പോൾ അതിന് കുറേ ഇപ്പം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, ജേർണലിങ് ചെയ്യാം, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാം. ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം ഡെയിലി ഫോർഗീവ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ 5, 6 മുതൽ 7 കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നയാളെ ഒരു വിധത്തിലും ഒരു വിഷയങ്ങളും അഫക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു വ്യക്തിത്വമായി മാറുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആശയം എത്രമാത്രം പ്രചാരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടു, ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് വണ്ടി ബാക്കിൽ വന്ന് ഓണടിച്ചു, ഞാൻ തിരിച്ച് ചീത്ത വിളിക്കുന്നെങ്കിൽ എൻ്റെ മനോനില എൻ്റെ കൺട്രോളിൽ അല്ലാത്തതുകൊണ്ടാണ്. അയാൾ എന്നെ ചീത്ത വിളിച്ചു, ഞാൻ തിരിച്ച് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുകയോ ചെയ്തതെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ആ മൈൻഡോട് അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. ചിലപ്പോൾ എഴുതുകയായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുകയായിരിക്കാം, നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകമാണ് ഗാഷിയിലയുടെ ഒരു ഇക്കിഗായി ബന്ധപ്പെട്ട പുസ്തകമാണ്. അതിനകത്ത് ജപ്പാനിൽ ഒരു വിഭാഗം ടക്കുമിസ് എന്നാണ് പേര്. അവർ ഈ ടൊയോട്ട കമ്പനിയിലെ മിക്ക ഉൽപ്പന്നങ്ങളും അവരുടെ കൈകളിലൂടെയാണ്
പോകുന്നത്. അവരുടെ കയ്യിൽ ഹാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ക്രൂവും കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ അവർ ഈ ജോലി അതിനകത്ത് ഒരു ആള് റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പോലെ ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഹിസ് വർക്ക് എന്ന് പറഞ്ഞ് പേപ്പറിലൊക്കെ തന്നെ വരാനിടയായി. അപ്പോൾ അത് ലാസ്റ്റ് ഡേ ആണ് വർക്ക്. പിറ്റേ ദിവസം പക്ഷേ അയാൾ ജോലിക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ജോലി വളരെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ജോലിയിൽ അദ്ദേഹം വളരെ മുഴുകിയിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ശില്പത്തെ അല്ലെങ്കിൽ ആ സ്ക്രൂവിനെ എടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ മൈൻഡ് മൊത്തം അവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ കാൽ ന്യൂപോർട്ടിൻ്റെ ഡീപ്പ് വർക്ക് എന്നുള്ള ആശയമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നാം ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ എത്രമാത്രം നമുക്ക് മൈൻഡ്ഫുൾ ആകാൻ സാധിക്കുന്നു, ഇൻറ്റൻഷനലി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പല്ല് തേക്കാന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ബ്രഷ് പല്ലിലൂടെ പോകുന്നുണ്ടോ എന്നും പല്ല് ക്ലീൻ ആകുന്നുണ്ടോ എന്നും ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇല്ലില്ല. ഇപ്പോൾ നമുക്ക് കുളിക്കുകയെന്ന് വിചാരിക്കുക. ഷവറിൽ നമ്മൾ വെള്ളം തലയിലൂടെ വീഴുമ്പോൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ വെള്ളം എൻ്റെ തലയിലൂടെ വീഴുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്നുണ്ട്, എൻ്റെ ശരീരത്തെ വൃത്തിയാക്കുമെന്ന് ചിന്തിക്കാറുണ്ടോ? ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ നാം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യങ്ങളിലും വലിയ വലിയ ടാസ്കുകളും നമുക്ക് പതിയെ ഈ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്ന് ഫോക്കസ് കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഏത് വ്യക്തിയെയും ഒരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ തത്വങ്ങളിലൂടെ സാധിക്കും. ഞാൻ 10x ഗ്രോത്ത് എന്ന ആശയം പറയുന്നത് ഇത്തരം ചെറിയ ആക്ഷനിലൂടെ എസ്പെഷ്യലി കുട്ടികളിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഒരു 99% ആക്കാനും ചെയ്യാത്ത കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കുട്ടികൾക്കും പ്രൊഫഷണൽസിനും എല്ലാം വേണ്ട ഒരു കാര്യമാണ് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളത്. അങ്ങനെ ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ക്രിറ്റിസിസം സ്വീകരിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല, ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് നേടുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഒരു ചെറിയ പ്രാക്ടീസിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത് മെഡിറ്റേഷൻ ഉണ്ട്. വളരെ കുറച്ചാതെ മാത്രമേ മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു വോയിസ് ഗൈഡൻസ് കിട്ടും. അതനുസരിച്ച് നമ്മുടെ മൈൻഡിനെ ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ബ്രത്തിങ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസാണ്. അപ്പോൾ ബ്രത്തിങ് എന്ന് പറയുന്നത് നാം പ്രസൻറ്റിൽ മാത്രമേ ബ്രത്ത് ചെയ്യത്തുള്ളൂ, അല്ലെ, ശ്വാസം എടുക്കത്തുള്ളൂ. അതെ. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ബ്രത്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്റിൽ നമുക്ക് ബ്രത്ത് ചെയ്യാൻ പറ്റത്തില്ല. സോ ബ്രത്തിങ് മീൻസ് വി ആർ ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ മനസ്സിലാക്കിയത് നാം ശ്വാസം എടുക്കുന്നുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എക്സെയിൽ ചെയ്യുന്നുണ്ട്. വി ആർ ലിവിങ് എന്ന് പറഞ്ഞ ഒരു തിരിച്ചറിവാണ് നാം ബ്രത്തിങ് എക്സസൈസിലൂടെ ചെയ്യുന്നത്. മെഡിറ്റേഷൻ്റെ തുടക്കവും അവസാനവും ബ്രത്തിങ് എക്സസൈസിലൂടെയാണ്. അവർ നമ്മെ പുതിയതായിട്ടുള്ള മേഖലയിലേക്ക് ഈ മെഡിറ്റേഷനിൽ കൊണ്ടുപോകും. ചിലപ്പോൾ നാം കടൽ തീരത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാം വായിലൂടെ പറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ, തലമുടി മുതൽ നെറുകം മുതൽ ഉള്ളങ്കാൽ വരെയുള്ള അവയവങ്ങളെ നാം ശ്രദ്ധിക്കുന്നതായിരിക്കാം. ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാം പതിയെ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഫോക്കസിന് ഏറ്റവും ആദ്യം പറഞ്ഞാൽ ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. അപ്പോൾ ഇത് ഗെയിൻ ചെയ്യാനായിട്ട് ഈ മെഡിറ്റേഷൻ പറയുന്ന ആക്ടിവിറ്റി നമ്മെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പലപ്പോഴും എൻ്റെ ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ആളുകളോട് ചോദിക്കും, ഈ ക്ലാസ്സിൽ ഏറ്റവും അധികം കാമായിട്ടുള്ള, ക്വയറ്റായിട്ടുള്ള, അല്ലെങ്കിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ പ്രക്ഷുബ്ധ സാഹചര്യം വന്നാലും അഫക്റ്റ് ചെയ്യപ്പെടാത്ത ആരെല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറയാൻ പറയും. അപ്പോൾ എല്ലാവരും യുണാനിമസ് ആയിട്ട് 1-2 പേരെ ഇന്നയാളെ ഏത് പ്രശ്നം വന്നാലും അദ്ദേഹം വളരെ കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ട്രിക്ക്? അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഡെയിലി മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ പറഞ്ഞത് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത് അത് മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി. അതെ. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പലതും ആലോചിച്ച് പോകാം. പക്ഷേ മൈൻഡ്ഫുള്ളായിട്ട് ഞാൻ പോകുന്ന വഴി ഇന്ന വാഹനങ്ങളെല്ലാം ഉണ്ട്, ഇന്ന ബോർഡുകളെല്ലാം ഉണ്ട്, ഇന്ന ആളുകളെല്ലാം ഉണ്ട്, അങ്ങനെ ചിന്തിച്ച് നമുക്ക് പോകാം. അതിൽ പ്രസൻറ്റിൽ പോകുന്ന കാര്യമാണ്. അപകടത്തിനുള്ള സാധ്യതയും കുറയും. രണ്ടാമത് പറഞ്ഞു നാം ചെയ്യുന്ന, ഒന്നാം മൈൻഡ്ഫുൾനെസ്, രണ്ടാമത് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന, മെൻ്റലി സ്ട്രോങ് ആക്കാൻ പറ്റുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ശരിക്കും നമ്മുടെ ഒരു ദിവസത്തിലും എത്രയോ മനോഹരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? അതെ. പുതിയ കൂട്ടുകാരെ കണ്ടെത്തുന്നു, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു,
നമുക്ക് നമ്മളാരെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നാം ഇന്ന് ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നത്തിൽ കേൾക്കാൻ സാധിച്ചല്ലോ, ഒരാളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിൻ്റെ ശക്തി വളരെയധികം ഡെവലപ്പ് ചെയ്യുക. ഇതിന് ഏറ്റവും ആദ്യം പറയാൻ കോമ്പൗണ്ടിങ് എഫക്റ്റ്. ഈ ചെറിയൊരു ആക്ഷൻ എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് മാസീവ് വല്ല ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ എത്ര പേര് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായും നമുക്ക് ആലോചിക്കുന്നത് അസുഖം വന്നില്ല, ഗ്രേറ്റ് അല്ലേ. തീർച്ചയായിട്ടും ഇന്ന് എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ തോന്നിയില്ല, അല്ലെങ്കിൽ എൻ്റെ ബോസിനെ അപ്രീഷിയേറ്റ് ചെയ്തു. എൻ്റെ ഓഫീസിൽ ഒരാളുണ്ട്, അദ്ദേഹം എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടെങ്കിൽ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും നീ ആ കാര്യം, ഇപ്പോൾ ഞാനൊരു ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടാൽ വീഡിയോ ചെയ്ത് അദ്ദേഹം വിളിച്ചിട്ട് പറയും ഓക്കെ ദാറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് എഴുതും, ഇന്നയാൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ദിവസം എത്രയോ മനോഹരമായിട്ടുള്ള, ചിലപ്പോൾ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നതായിരിക്കാം, ഈ വീഡിയോ കണ്ടിട്ട് സാറിൻ്റെ പുസ്തകം എന്നെ സഹായിച്ചു, ഈ വീഡിയോ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അതെ, ചിലപ്പോൾ ഞാൻ വിളിക്കുന്നതായിരിക്കാം, സാർ എനിക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു, സാറിൻ്റെ ഉപദേശം ഉപകാരപ്പെട്ടു. പക്ഷെ ഇങ്ങനെ എത്രയോ കൗണ്ട്ലെസ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡെയിലി ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അധികം മാറ്റം കൊണ്ടുവരും. ഇനി മറ്റൊരു പ്രാക്ടീസാണ് ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ള ആളുകൾ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അപ്പോൾ അതിപ്പോൾ പലരും പറയുമോ സഹായിക്കാൻ എനിക്ക് എൻ്റെ പൈസയൊന്നുമില്ല എന്ന് പറയും. പൈസയല്ലാതെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും, ചിന്തിച്ച് നോക്കാൻ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വാഹനമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ 5% ആളുകൾ ഒരാളാണ്. നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ 2% ആളുകളിലാണ് ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കും. ഒരു വാക്കിലൂടെ ആയിരിക്കാം, നല്ല പ്രവർത്തനത്തിലൂടെ ആയിരിക്കാം, വഴിയുടെ പോകുന്ന ഒരാളോട് സുഖമാണോ എന്ന് ചോദിച്ചതായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു പണം വേണ്ട ആൾക്ക് പണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് സഹായിച്ചതായിരിക്കാം. ഞാൻ എല്ലാ ദിവസവും എവിടെ പോകുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരാളെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ. വിഷമിച്ചിരിക്കുന്ന ആളോട് എന്നാ പറ്റി, സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പുസ്തകം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഡെസ്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. സോ ട്രൈ ടു പ്രാക്ടീസ് ദ ആക്ട് ഓഫ് റാൻഡം കൈൻഡ്നെസ്. അതിനുള്ളൊരു മെൻറ്റാലിറ്റി അല്ലേ. അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ എവറിത്തിങ് ഈസ് സ്റ്റെംസ് ഫ്രം ഈഗോ. ഒരാളെ സഹായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പതിയെ, അത് എമ്പതിന്ന് വരുന്നതാണല്ലേ. ഒരു എമ്പതി ആണെന്ന് എക്സാക്ട്ലി പറയാൻ സാധിക്കില്ലെങ്കിലും എമ്പതി കൂടി വളർത്താൻ സാധിക്കുന്ന ഒരു ഇൻറ്റൻഷണൽ ആക്ടിവിറ്റിയാണ് ഈ ആക്ട് ഓഫ് റാൻഡം കൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജാർ എന്ന് പറയും. ഈ ജാറ് പതിയെ ഫില്ല് ചെയ്യേണ്ട കാര്യമാണ്. ഈ ജാറ് ഫില്ല് ചെയ്ത് രാവിലെ നമുക്ക് നല്ല മെൻറ്റൽ പവർ ആയിരിക്കും, വിൽ പവർ ആയിരിക്കും. വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ശക്തി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം എത്രമാത്രം ഇത്തരം ആക്ടിവിറ്റികളിലൂടെ നമ്മുടെ ജാറിനെ ഫില്ല് ചെയ്ത് നിലനിർത്തുന്നോ അതാണ് നമ്മുടെ മെൻ്റലി സ്ട്രോങ് ആക്കി മാറ്റുന്നത്. അപ്പോൾ സ്റ്റോയിസം പറയുന്നത് ഏറ്റവും ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിലും മനസ്ഥിതി കൈവിടാതെ നിലനിൽക്കുക, അല്ലെങ്കിൽ എന്തെല്ലാം മോശം അനുഭവങ്ങൾ ഉണ്ടായാലും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരുണ്ട്, എൻ്റെ പേരൻസ് അങ്ങനെ ആയിരുന്നുകൊണ്ടാണ്, എനിക്കന്ന് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല, എന്നെ വേണ്ട പോലെ നോക്കിയില്ല, അതെന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഓഫീസിൽ പൊളിറ്റിക്സാണ്. കുറേ ആളുകളുണ്ട്, ഞാൻ പലപ്പോഴും പോകുമ്പോൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ കുറ്റമായിട്ട് പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട, നമ്മെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പല ആളുകൾ സംസാരിക്കുമ്പോൾ നാട്ടുകാരെ കുറ്റമൊക്കെയാണ് പറയുന്നത്, അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വായിച്ചതായിട്ടുണ്ട്, ബിലോ ആവറേജ് പീപ്പിൾ ടോക്ക് അബൌട്ട് പീപ്പിൾ, ആവറേജ് പീപ്പിൾ ടോക്ക് അബൌട്ട് തിങ്സ്, ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഐഡിയാസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്, നമ്മൾ എത്രയും സമയങ്ങളിലാണ് നമ്മൾ പുതിയ ആശയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് നമ്മൾ വണ്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ വീടുകളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും സംസാരിക്കും. അധികം മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നത്, അയാളുടെ ഉടുപ്പ്, അല്ലെങ്കിൽ അയാളുടെ കളറ്, അയാളുടെ പോയി, അയാളുടെ ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ മൈൻഡ്ഫുൾനെസ്സിന് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാൻ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് സംസാരിച്ചത് എന്താണ്, ആശയമായിരുന്നോ, വ്യക്തിയായിരുന്നോ, അതേ വസ്തുവായിരുന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മെൻ്റലി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്ട്രെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതെല്ലാമാണ്. ഈ സ്റ്റോയിക്ക് പ്രാക്ടീസ് ചെയ്ത മെൻ്റലി സ്ട്രോങ് ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മൈൻഡ്ഫുൾനെസ് ഉള്ളതുകൊണ്ട് സ്ട്രെസ് ഇല്ല, ആങ്സൈറ്റി ഇല്ല, ആരോടും പ്രത്യേകിച്ച് വൈരാഗ്യമോ വാശിയോ അസൂയയോ ഇല്ല, ഓവർ തിങ്കിങ് ഇല്ല. സോ ദാറ്റ് പേഴ്സൺ ഈസ് ഓൾവേസ് ഹാവിങ് കൈൻഡ് ഓഫ് പോസിറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് വേണ്ടൊരു ക്ലാസ് എടുക്കേണ്ട കാര്യമാണ്. ആ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ ശരീരത്തിൽ പല ഓർഗനൈസേഷൻ്റെ ശരീരത്തിൻ്റെ ഫങ്ഷനെ നിലനിർത്തുന്നത്. ഇത്തരം പോസിറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റോയിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന മെൻ്റലി സ്ട്രോങ് ആയ ആൾക്ക് ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതേ ഹാപ്പിയെ നിലനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ സാധിക്കുകയും ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ സാധിക്കുകയും ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും അല്ലെങ്കിൽ ഡിസീസസും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാം അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആകിയ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാൻ എനിക്ക് സ്ട്രെസ് ഇല്ല, എനിക്ക് ആങ്സൈറ്റി ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഉത്കണ്ഠയോ അല്ലെങ്കിൽ വേദനയോ വൈരാഗ്യമോ കൺസേൺസോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് സ്വസ്ഥമായിട്ടുള്ളതായിരിക്കും. അതെൻ്റെ ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യത്തിലേക്ക് എന്നെ നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ സ്കിൽസ് എ പേഴ്സൺ കൻ അക്വയർ ഇൻ ഹിസ് എൻറ്റയർ ലൈഫ് ഓർ ഹെർ എൻറ്റയർ ലൈഫ് ഈസ് മെൻ്റൽ സ്ട്രെങ്ത്. ഏത് പ്രശ്നത്തെയും മറികടന്ന് പോകാനുള്ള ഒരു ശക്തി, അതാണ് മനഃശക്തി എന്ന് പറയുന്നത്. മെൻ്റലി സ്ട്രോങ് ആയിരിക്കുക, റിമെയിൻ അൺഅഫക്റ്റഡ് ആയിരിക്കുക. എന്ത് വന്നാലും ഇതെൻ്റെ ജീവിതത്തിൽ ബാധിക്കാൻ പോകുന്നില്ല. ദിസ് ഈസ് നോട്ട് എ ഫൈനൽ ചാപ്റ്റർ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അധ്യായം കഴിഞ്ഞിരിക്കുന്നു, അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ മുന്നേറും. ഒരു പരാജയപ്പെട്ടു, ഒരു കടബാധ്യത വന്നു, ഒരു തോൽവി വന്നു, ഒരു ബ്രേക്കപ്പ് വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തിന് വലിയ നഷ്ടം സംഭവിച്ചു, ദാറ്റ് ഈസ് എൻ എൻഡ് ഓഫ് എ ചാപ്റ്റർ. വി ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് അനദർ ചാപ്റ്റർ ഓർ ഈവൻ എൻ അനദർ ബുക്ക്. ഈ ഒരു അപ്രോച്ചാണ് വേണ്ടത്. ഇത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പല ആളുകളും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതോടുകൂടി എല്ലാം തീർന്നോ ചിന്തിക്കുകയാണ്. പക്ഷേ നമ്മെ തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല. ശരിയല്ലേ? അതെ അതെ, ഒരു പ്രശ്നത്തിനും നമ്മെ തീർക്കാൻ സാധിക്കില്ല അൺലെസ് ആൻഡ് അൻറ്റിൽ വി അവർസെൽസ് ഫെയിൽ. ഞാൻ തീരുമാനിക്കുക ഇതെൻ്റെ അന്ത്യമാണ്, ഞാൻ തീരുമാനിക്കാത്തത്രയും കാലം നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്. അതുകൊണ്ട് ഈ വിവേകാനന്ദൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു സ്പിരിറ്റാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ആ മനസ്സിൻ്റെ ശക്തിയാണ് തിരിച്ചറിയേണ്ടത്. ഇനി ബ്രെയിനും കൂടി ഉണ്ട്. ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ അല്ലേ, അതെ, ഇത്രയും അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് മനുഷ്യൻ്റെ ബ്രെയിനാണ്. അതിൻ്റെ അപ്പുറമോ ശക്തിയുള്ള ഒന്നാണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ആളോടും പറയാനുള്ളതാണ് മൈൻഡ് മാസ്റ്ററി ആൻഡ് ബ്രെയിൻ മാസ്റ്ററി. ഇത് രണ്ടും നേടിയെടുത്താൽ ഒരാൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും പ്രോസ്പെരിറ്റിയോടെയും ജീവിക്കാൻ സാധിക്കും. സോ അക്വയർ ദാറ്റ് മാസ്റ്ററി, മൈൻഡ് മാസ്റ്ററിയും ബ്രെയിൻ മാസ്റ്ററിയും. ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് 1 സ്കിൽ, 2 ഹെൽത്ത്, 3 ടൈം. അപ്പോൾ സ്കില്ല് എങ്ങനെ നമുക്ക് നേടാൻ കുറേ കൂടെ ബ്രെയിനും ഉണ്ട്, അപ്പോൾ തന്നെ മൈൻഡിൻ്റെ സ്കില്ലും ഉണ്ട്. ഹെൽത്ത് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ്, അതുപോലെ വെൽത്ത് നമുക്ക് വേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും നാം കമ്പൈൻ ചെയ്തൊരു ലൈഫായിരിക്കണം എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ വെൽത്ത് പല ആൾക്കാർക്കും ഉണ്ടാവും, മെൻ്റൽ മാസ്റ്ററുടെ കാര്യത്തിൽ പല ആളുകളും പരാജയപ്പെട്ടു പോകാറുണ്ട്. കൂടുതൽ സംഭവിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഞാൻ ഈ മെൻ്റൽ പവർ ഹെൽത്ത് എന്നുള്ള ആസ്പെക്റ്റിലാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ജിമ്മിൽ പോകുന്നുണ്ട്, ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ബട്ട് വാട്ട് യു ആർ ഫീഡിങ് ടു സ്ട്രെങ്തൻ യുവർ മൈൻഡ് വളരെ ആളുകൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മെൻ്റലി നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളെ കണ്ടാൽ അറിയാൻ സാധിക്കും. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് എനിക്ക് വേറെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളെ തിരിച്ചറിയാം. അല്ലെങ്കിൽ പൊതുവെ ആളുകൾ മീറ്റിങ്ങിൽ പോകുമ്പോഴാണെങ്കിലും അവരിൽ ഒരു പ്രത്യേക ഓറ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ടോസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഒന്നും അഫക്റ്റ് ചെയ്യപ്പെടാത്ത വ്യക്തിയെ ചെയ്താൽ മാത്രമേ നമുക്ക് അത്ര ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായും നേടിയെടുക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ദ മോസ്റ്റ് വാല്യുബിൾ സ്കിൽ, ഏറ്റവും എസെൻഷ്യലായി മനുഷ്യന് വേണ്ടൊരു കാര്യമാണ് മെൻ്റൽ സ്ട്രെങ്ത്, റിമെയിൻ അൺഅഫക്റ്റഡ് ആയിരിക്കുക എന്ന് പറയുന്ന, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇതില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത്, കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്,
നിരാശ ഉണ്ടാകുന്നത്, അതെ. ആങ്സൈറ്റി ഉണ്ടാകുന്നത്, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്, ഹാർട്ട് എയിൽമെൻറ്റ്സ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ ഒക്കെ ഒരു ഫണ്ടമെൻ്റൽ റീസൺ പറയുന്നത് ഇമോഷണലി സ്ട്രോങ് ആകാതിരിക്കുക, മെൻ്റലി സ്ട്രോങ് ആകാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും നമ്മൾ അഫക്റ്റഡ് ആയി പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഇൻറ്റൻഷണൽ ആയിട്ടുള്ള എഫേർട്ട് മാത്രമല്ല, ഒരു റെവല്യൂഷനായിട്ടുള്ള ഡ്രൈവ് തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിന് ശക്തി കൊടുക്കുന്ന ഒരു ശക്തമായ ഡ്രൈവ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും.